എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ വിചാരിക്കുന്നത് ഞങ്ങൾ ഒറ്റയ്ക്കാ, കഴിഞ്ഞ 3.5 വർഷക്കാലം ഞങ്ങളെ പഠിപ്പിച്ച ദൈവവചനം ഞങ്ങൾക്ക് നൽകിയ, അല്ലെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ബോധ്യം നൽകി, ഒരു മിശിഹായായി ഞങ്ങൾ പ്രത്യാശിച്ച, ഇസ്രായേലിനെ വിടുവിക്കുവാൻ കഴിവുള്ള ദൈവമായവൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഞങ്ങളുടെ കൂടെ ഇല്ല. ഇതാണ് എമ്മാവുസിലെ 2 ശിഷ്യന്മാർ വിശ്വസിക്കുന്നത്. എമ്മാവുസിലേക്ക് യാത്ര ചെയ്ത 2 പേര് അവർ ചിന്തിക്കുന്ന വിഷയം ഇതാണ്: ഞങ്ങളുടെ കൂടെ ദൈവമില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ മിശിഹ ഇല്ല. ഞങ്ങൾ പ്രതീക്ഷിച്ച് ഞങ്ങളുടെ രക്ഷകനായി ഞങ്ങൾ വിചാരിച്ച വ്യക്തി ഞങ്ങളുടെ കൂടെ ഇല്ല, എല്ലാം പോയി, എല്ലാം നശിച്ചു. ഈ ഒരു ചിന്തയായിരുന്നു അവർക്ക്. അങ്ങനെ നിൽക്കുമ്പോൾ വഴിയരികിൽ ഒരു വ്യക്തി അവരുടെ കൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി. അവർ യാത്ര ചെയ്ത് സഞ്ചരിച്ചപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ച വിഷയം എന്തായിരുന്നു? വചനമായിരുന്നു, അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണോ കർത്താവ് പഠിപ്പിച്ചത് ആ വചനം തന്നെ, ആ ജീവൻ്റെ വചനം തന്നെ വീണ്ടും യേശു അവരോട് പറയാൻ തുടങ്ങി. പക്ഷെ അവർക്കും അപ്പോഴും മനസ്സിലായില്ല കാര്യത്തെക്കുറിച്ച്, ഒരു ബോധ്യം കിട്ടിയില്ല. പക്ഷെ അവസാനം യേശു താനാണ് എന്ന് ബോധ്യം കൊടുത്തതിന് ശേഷം പിന്നീട് അവർ തമ്മിൽ സംസാരിക്കുന്ന വിഷയം ഇതാണ്: അവൻ നമ്മളോട് പറഞ്ഞ വചനം കേട്ടപ്പോൾ നമ്മുടെ ഉള്ള് ജ്വലിച്ചിരുന്നില്ലേ? നമ്മുടെ ഉള്ളം ജ്വലിച്ചിരുന്നില്ലേ? ഈ ഒരു ചോദ്യം അവർ പരസ്പരം ചോദിക്കുക. അതായത് നമ്മൾ വിചാരിക്കും നമ്മുടെ കൂടെ കർത്താവില്ല. യോഹന്നാന്റെ സുവിശേഷം ആദ്യം പറയുന്നൊരു കാര്യമുണ്ട്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, എന്നാൽ ആ വചനം ദൈവമായിരുന്നു. ആ വചനം മാംസമായി നമ്മളുടെ ഇടയിൽ വസിച്ചു, അവൻ നമ്മോടുകൂടെ വസിച്ചു. എമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന് വിളിക്കപ്പെടുന്ന ആ വചനം നമ്മുടെ കൂടെ ഉണ്ട്. ഈ വചനം ആർക്കെങ്കിലും എടുത്തു കൊണ്ടുപോകാൻ പറ്റുമോ? ഏതെങ്കിലും വ്യക്തിക്ക് ദൈവം എന്നിൽ നിക്ഷേപിച്ച വചനത്തെ എടുത്ത് കളയാൻ പറ്റുമോ? പറ്റത്തില്ല. ഞാൻ എങ്ങനെയൊക്കെ പോയാലും, ഏതൊക്കെ രീതിയിൽ, എനിക്ക് എൻ്റെ ഒരു 13 വർഷക്കാലം മുൻപ് എൻ്റെ ജീവിതത്തിൽ പലവിധ പാപമേഖലകളുണ്ടായിരുന്നു, തിന്മയിലായിരുന്നു, ലോകത്തിൻ്റെ വെറുക്കൂത്തുകളിൽ നടന്നവനായിരുന്നു. ഇനി ഞാൻ തിരിച്ച് ആ പാപത്തിലേക്ക് പോയാലും എൻ്റെ ദൈവം എന്നിൽ നിക്ഷേപിച്ച വചനം എന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? എൻ്റെ ആത്മാവിനെ വീണ്ടും വീണ്ടും കുത്തിക്കൊണ്ടിരിക്കും, എൻ്റെ മനസാക്ഷിയെ വീണ്ടും വീണ്ടും കുത്തിക്കൊണ്ടിരിക്കും. എനിക്കൊരിക്കലും ഇനി ആ പാപത്തിൽ പോയി സന്തോഷിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ഇപ്പോഴായാലും ഒരു ചെറിയ പാപത്തിലേക്ക്, ഒരു ജഡികമായ ഏതെങ്കിലും ഒരു ചെറിയ ഒരു കുഞ്ഞു പാപത്തിലേക്ക് ഒരുവനോടൊന്ന് കോപിച്ചു, ഒരുവനോടൊന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചു, ഒരു വ്യക്തി എന്നെ പ്രൊവോക്ക് ചെയ്തു, ഞാൻ അവനെ തിരിച്ച് മോശമായി സംസാരിച്ചു. വേണ്ട, നമ്മൾ കാർ ഓടിച്ചു പോരുക, പെട്ടെന്ന് ഒരുത്തനൊന്ന് പുറകിൽ ഹോണടിച്ചു, പെട്ടെന്ന് നമുക്ക് ഇവൻ ഏതവൻ എന്നായിരിക്കും ഒരു ചിന്ത വരുന്നത്. ആദ്യത്തെ ചിന്ത നമുക്ക് വരുന്നത് അതായിരിക്കും. പക്ഷേ അടുത്ത സെക്കൻഡിൽ നമ്മുടെ ഉള്ളിൽ, കർത്താവേ, ഞാൻ എന്തായി പറഞ്ഞേ, ഞാൻ എന്താ ഇപ്പോൾ സംസാരിച്ചേ, എനിക്ക് ചേർന്നതല്ലല്ലോ, എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിച്ചത്? ഈ ചിന്ത പെട്ടെന്ന് തന്നെ ആത്മാവിനെ മുറിപ്പെടുത്താൻ തുടങ്ങും. എന്തുകൊണ്ടാ? എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന, ദൈവം നിക്ഷേപിച്ച ഒരു വചനമുണ്ട്, ഒരു ആത്മാവുണ്ട്, ഒരു ക്രിസ്തുവുണ്ട്. ഈ 3 കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ കിടക്കുക. എന്തൊക്കെ? ഒരു ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട്, ഒരു ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്, അവിടുന്ന് പറഞ്ഞ ആ വചനമാകുന്ന യേശു എൻ്റെ ഉള്ളിലുണ്ട്. ഈ 3 കാര്യങ്ങൾ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് എന്നെ വീണ്ടും വീണ്ടും കുത്താൻ തുടങ്ങും. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, അയ്യോ ഞാൻ പാപം ചെയ്തല്ലോ, അയ്യോ ഞാൻ പോകുന്ന വഴി ശരിയല്ലല്ലോ, എൻ്റെ റൂട്ട് കറക്റ്റ് അല്ലല്ലോ, ഞാൻ ശരിയാക്കണമല്ലോ, ഞാൻ പിന്തിരിയണമല്ലോ, ഞാൻ യു ടേൺ എടുക്കണമല്ലോ എന്ന ചിന്ത എന്നെ ഭരിക്കാൻ തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവം നമ്മിൽ നിക്ഷേപിച്ച വചനമുണ്ട്. ആ വചനം എന്നും ജീവനുള്ളതാണ്. ആ വചനം നമ്മെ എന്നും നടത്തും. നമുക്കൊരു വചനം വായിക്കാം. 1 തിമോത്തിയർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 2-ാം അധ്യായം 15-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എങ്കിലും സ്ത്രീ വിനയത്തോടെ വിശുദ്ധിയിലും ഉറച്ചു നിൽക്കുന്നെങ്കിൽ മാതൃത്വത്തിലൂടെ അവൾ രക്ഷിക്കപ്പെടും. എങ്കിലും സ്ത്രീ വിനയത്തോടെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ, അല്ലേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ മാതൃത്വത്തിലൂടെ അവൾ രക്ഷിക്കപ്പെടും. ഞാൻ ഈ വചനം ഇന്നിപ്പോൾ എടുക്കാനുള്ളൊരു വിഷയമുണ്ട്. എൻ്റെ അടുത്തൊരു സഹോദരൻ ചോദിച്ചു, ബ്രദറെ, ഇത് സ്ത്രീ മാതൃത്വത്തിലൂടെ രക്ഷപ്പെടും എന്നുള്ളൊരു കാര്യമാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിൽ കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലോ, ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് 25 വർഷം സുവിശേഷ പ്രസംഗം നടത്തി എന്ന് പറയുന്ന ഒരാളാണ് എന്നെ വിളിച്ചത്. 25 വർഷം, എൻ്റെ ഓർമ്മ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സുവിശേഷം പ്രസംഗിച്ച ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നമ്മളാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുരോഹിതരെ കുറിച്ചുള്ള ചില വീഡിയോസ് ഇട്ടിരുന്നു. പുരോഹിതരുമായി ബന്ധപ്പെട്ട പൗരോഹിത്യം എന്ന കാര്യത്തെക്കുറിച്ചൊരു ഫോൺ കോൾ വന്ന വീഡിയോ, അതിന് മുൻപ് നമ്മൾ പല വീഡിയോകളും അതിനുവേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ടപ്പോഴാണ് ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട്, ഇദ്ദേഹത്തിനാണെങ്കിൽ
ഈ ഏതോ പുരോഹിതരിൽ നിന്നും കിട്ടിയ മുറിവ് ഇദ്ദേഹത്തിന് കിടക്കുന്നുണ്ട്. അപ്പോൾ പുരോഹിതരോട് തീർത്താൽ തീരാത്തൊരു സ്നേഹം പുള്ളിക്കുണ്ട്. അതായത് ഈ പുരോഹിതൻ എന്ന് പറയുമ്പോൾ തന്നെ പുള്ളിയുടെ ആത്മാവ് കുറച്ച് വൈബ്രേഷനാണ് വരുന്നത്. അപ്പോൾ അതിനുശേഷം എന്നോട് ചോദിച്ചു, ഈ സിസ്റ്റേഴ്സ് എവിടെ നിന്നുണ്ടായേ, നമ്മളെയൊക്കെ പഠിപ്പിച്ച അല്ലെങ്കിൽ കന്യാസ്ത്രീമാർ. ഞാനാണെങ്കിൽ ഒരു മഠത്തിൻ്റെ പ്രൊഡക്റ്റാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ എൻ്റെ നഴ്സറി സ്കൂൾ തുടങ്ങി, പിന്നീട് 10ാം ക്ലാസ് വരെ 9ാം ക്ലാസ് വരെ എന്ന് പറയാൻ പറ്റത്തുള്ളൂ മഠവുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് ഒക്കെ അങ്ങനെ പോകുന്ന ഒരു കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ സിസ്റ്റേഴ്സ് എവിടെ നിന്ന് ഉണ്ടായേ, ബൈബിളിലുണ്ടോ, സിസ്റ്റേഴ്സ് എവിടെ നിന്ന് ബൈബിളിൽ വരുന്നേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സന്യാസമുണ്ടല്ലോ, സിസ്റ്റേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, സന്യാസം കർത്താവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരെ കുറിച്ച് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം എടുത്തു വഴിക്ക് പറഞ്ഞ കാര്യമാണ്, അത് രക്ഷയെ നശിപ്പിക്കുന്ന പിശാചാണ്, അത് അവരുടെ രക്ഷയെ തകർക്കുന്ന പിശാചാണ്. ഞാൻ ചോദിച്ചു, അങ്ങനെ എന്താ പറയാനുള്ള കാരണം? നിങ്ങൾ വചനം വായിച്ചിട്ടില്ലേ, പൗലോസ് അപ്പോസ്തലൻ പഠിച്ചത്, സ്ത്രീ വിനയത്തോടും വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ മാതൃത്വത്തിലൂടെ അവൾ രക്ഷ പ്രാപിക്കും. സ്ത്രീക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം മാതൃത്വമാണ്, മറ്റൊരു മാർഗമില്ല എന്ന് ഇദ്ദേഹം എന്നോട് പറഞ്ഞു. നിങ്ങൾ ഈ വചനം ഒന്നുകൂടി വായിച്ചു നോക്കിയേ. എങ്കിലും സ്ത്രീ വിനയത്തോടും വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ മാതൃത്വത്തിലൂടെ അവൾ രക്ഷിക്കപ്പെടും. നിങ്ങൾ ആ വചനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. അതായത് 1, അവൾക്ക് വിനയമുണ്ടാകണം. 2, അവൾക്ക് വിശ്വാസമുണ്ടാകണം. 3, അവൾക്ക് സ്നേഹമുണ്ടാകണം. അപ്പോൾ വിശ്വാസവും വിശുദ്ധിയും സ്നേഹവും വിനയവും ഇവൾക്കുണ്ടെങ്കിലും അവൾ രക്ഷ പ്രാപിക്കണമെങ്കിൽ മാതൃത്വം വേണമെന്നൊരാശയമല്ലേ അവിടെ വരുന്നത്. എല്ലാവരും കൂടി എന്നെ തുറച്ചു നോക്കണ്ട. നിങ്ങൾക്കൊക്കെ മക്കളില്ലേ, പിന്നെ എന്തിനാ ഈ പ്രശ്നം? എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ? ഇനി മക്കളില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കല്ലെടുത്ത് എറിയരുത്. ഞാനിതൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ, അതുവരെ നിങ്ങൾ എന്നെ കല്ലെടുത്ത് വീക്കരുത്. ഇദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം അത്. ഈ 4 വിഷയവും അവിടെ ഉണ്ട്. വിശ്വാസമുണ്ട്, വിനയമുണ്ട്, വിശുദ്ധിയുണ്ട്, സ്നേഹമുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ അവൾക്ക് മാതൃത്വം ഇല്ലെങ്കിൽ അവൾ ദൈവരാജ്യത്തിൽ എത്തില്ല എന്നല്ലേ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചത്. അപ്പം മാതൃത്വത്തിലൂടെയല്ലേ അവൾ രക്ഷിക്കപ്പെടത്തുള്ളൂ എന്ന് ഒരു ചോദ്യം എന്നോട് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് കുടുങ്ങിപ്പോയി. അയ്യോ, ഞാൻ ചോദിച്ചു, 25 വർഷം നിങ്ങൾ ഈ ബൈബിൾ തന്നെയാണ് വായിച്ചത് അല്ലേ എന്ന് ചോദിച്ചു. അതെ, ഈ ബൈബിൾ തന്നെയാണ് വായിച്ചത്. അപ്പോൾ ബാക്കിയുള്ള വചനമൊന്നും ബ്രദർ വായിച്ചിട്ടില്ലേ? ബ്രദർ അതെന്തുകൊണ്ടാണ് വായിക്കാത്തത് എന്ന് ചോദിച്ചു. നിങ്ങൾ അതിൻ്റെ തൊട്ട് മുകളിലെ വാക്യം കൂടി വായിച്ചു കഴിഞ്ഞാൽ കല്ല് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ പറ്റും. എന്നെ വീക്കാനുള്ള ഒരു കല്ലും കൂടി അതിൻ്റെ കൂടെ കിട്ടും. 13 ഒടിക്കും വായിച്ചു, അപ്പോൾ ക്ലിയർ ആവും. അവൾ മൗനം പാലിക്കേണ്ടതാണ്. എന്തെന്നാൽ ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ആദമാണ്, പിന്നീട് ഹവ്വയും. ആദം വഞ്ചിക്കപ്പെട്ടിട്ടില്ല, എന്നാൽ സ്ത്രീ വഞ്ചിക്കപ്പെടുകയും നിയമം ലംഘിക്കുകയും ചെയ്തു. ഞങ്ങൾ ആണുങ്ങളൊക്കെ മാന്യന്മാരാ. ഈ സൈഡിലിരിക്കുന്നവരൊക്കെ മാന്യന്മാരാണ്. നമ്മൾ ആദത്തിൻ്റെ ആ ഒരു ജനറ്റിക് വർഗത്തിൽപ്പെട്ടതാ. ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടിട്ടില്ല. ആദം വഞ്ചിക്കപ്പെട്ടിട്ടില്ല. ആരാ വഞ്ചിക്കപ്പെട്ടത്? സ്ത്രീയാണ് വഞ്ചിക്കപ്പെട്ടത് അല്ലേ? കൃത്യമായിട്ട് വചനം പറയുന്നു, ആദം വഞ്ചിക്കപ്പെട്ടിട്ടില്ല, എന്നാൽ സ്ത്രീ വഞ്ചിക്കപ്പെടുകയും നിയമം ലംഘിക്കുകയും ചെയ്തു. ഞങ്ങൾ മാന്യന്മാരാ. പാവപ്പെട്ട ആദം വിശ്വസിച്ച് ആ പാവം ഹവ്വയെ വിശ്വസിച്ചു. ഹവ്വ ചതിച്ചതാ, അല്ലാതെ അതൊന്നും ചെയ്തിട്ടില്ല. ആ പാവം ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു ചതിയാണ് സകല പാപത്തിൻ്റെയും കാരണം. ഇന്ന് പലതിൻ്റെയും കാരണം ഇതുപോലെയുള്ള ചില ഹവ്വമാരാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഞാൻ പറഞ്ഞു, ഇനി കസേര എടുത്ത് വീക്കരുത്, എന്തായാലും ഇവിടെ കല്ല് പറക്കാൻ കിട്ടത്തില്ല, കസേര ഒന്നും തന്നെ വീക്കരുത് എന്നൊരു ചെറിയ അപേക്ഷയുണ്ട്. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്തോസ് അതിൻ്റെ 7-ാം അധ്യായം 34 മുതൽ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവൻ്റെ താല്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അവിവാഹിതയായ സ്ത്രീയും കന്യകയും ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിക്കാനായി കർത്താവിൻ്റെ കാര്യങ്ങളിൽ തൽപരരാണ്. വിവാഹിതയായ സ്ത്രീയാകട്ടെ ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപരയാകുന്നു. അവിടെ പൗലോസ് അപ്പസ്തോലൻ തന്നെയാണ് ഈ 1 കൊരിന്തോസ് ലേഖനം എഴുതിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ അപ്പസ്തോലൻ തന്നെ മറ്റൊരു ആശയം അവിടെ പഠിപ്പിക്കുകയാണ്. ഒരുവൾക്ക് കന്യകയായിരിക്കാനും അവകാശമുണ്ട്. അവൾക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. അവൾക്ക് കന്യകയായിരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൾക്കുള്ള പ്രത്യേകത പറയുകയാണ്, അവൻ്റെ താല്പര്യം വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അവിവാഹിതയായ സ്ത്രീയും കന്യകയും ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിക്കാനായി കർത്താവിൻ്റെ കാര്യത്തിൽ തൽപരനാണ്. അപ്പോൾ കർത്താവിൻ്റെ കാര്യത്തിൽ തൽപരരുള്ള വിശുദ്ധയായ കന്യകയായ സ്ത്രീകളും ഉണ്ടാകണം സഭയിലെന്ന് ആരാ പറഞ്ഞു വെച്ചത്? പൗലോസ് അപ്പോസ്തലനാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ അങ്ങനെ ആ സ്ത്രീക്ക് ഒരിക്കലും ഗർഭിണിയാകാനോ ആ സ്ത്രീക്ക് മാതൃത്വം വഹിക്കാനോ സാധിക്കില്ലെങ്കിലും രക്ഷ പ്രാപിക്കാമെന്ന് പഠിപ്പിച്ചത് ആരാ? അപ്പോസ്തലൻ തന്നെ പഠിപ്പിച്ചു. താഴോട്ടുള്ള വാക്യം വായിച്ചോ, അതുകൊണ്ട് വായിച്ചാൽ കുറച്ചുകൂടി ക്ലിയർ ആവും.
ഞാൻ ഇത് പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തടയാനല്ല. 36 മുതൽ വായിച്ചോ. ഒരുവന് തൻ്റെ കന്യകയോട് സംയമനത്തോടുകൂടെ പെരുമാറാൻ സാധിക്കുന്നില്ലെന്ന് തോന്നിയാൽ അവൾ യൗവനത്തിൻ്റെ വസന്തം പിന്നിട്ടവളാണെങ്കിലും അനിവാര്യമെങ്കിൽ അവൻ്റെ ഹിതം പോലെ പ്രവർത്തിക്കട്ടെ, അവർ വിവാഹം കഴിക്കട്ടെ, അത് പാപമല്ല. എന്നാൽ ആത്മസംയമനം പാലിക്കാൻ ബുദ്ധിമുട്ടില്ലാതെ ആരെങ്കിലും തൻ്റെ കന്യകയായി തന്നെ സൂക്ഷിക്കാൻ ദൃഢനിശ്ചയം ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ പ്രവൃത്തി ഉത്തമമാണ്. അതായത് ഒരുവൻ തൻ്റെ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഭാര്യയെ അല്ലെങ്കിൽ കന്യകയെ വിവാഹം ചെയ്യാതെ അവളെ കന്യകയായി സഭയ്ക്ക് വേണ്ടി തുടരുന്നെങ്കിൽ അതിൽ യാതൊരുവിധ തെറ്റുമില്ല, അത് ഉത്തമമാണെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചത്. അപ്പോൾ ഒരാൾ ക്രിസ്തുവിന് വേണ്ടി ബാക്കി എല്ലാ ലോകസുഖങ്ങളും ലോകത്തിൻ്റെ എല്ലാ മേഖലകളും മാറ്റിവെച്ചുകൊണ്ട് ഒരു വ്യക്തി ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണോ ശരിയാണോ? അത് സഭ അംഗീകരിക്കുന്നുണ്ടോ? അപ്പസ്തോലൻ അത് അനുവദിക്കുന്നുണ്ട്. ദൈവവചനം അത് പൂർണ്ണമായി അനുവദിക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. ഇന്ന് ഈ പറയുന്ന സിസ്റ്റേഴ്സൊക്കെ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ മണവാട്ടിമാരായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ പാവങ്ങളെ ഏതെങ്കിലും സ്കൂളുകളിൽ പഠിപ്പിക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക, ഏതെങ്കിലും മാതൃ സേവനങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നു. ക്രിസ്തുവിൻ്റെ സുവിശേഷം പറയാനുള്ള സ്വാതന്ത്ര്യം ഇവർക്കുണ്ടോ? യേശുവിനെ കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടോ? യേശുവിൻ്റെ മണവാട്ടിമാർ യേശുവിനെയാണോ കൊടുക്കുന്നത് എന്ന കാര്യത്തിലും നമ്മൾ കണ്ണ് തുറന്ന് നോക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളത് ഇത്തരത്തിൽ പറയാതെ വയ്യ. പക്ഷേ ദൈവം എന്തായാലും ഈ ഒരു തലം വെച്ചിട്ടുണ്ട് അല്ലേ? വിവാഹം ചെയ്യാതെ ക്രിസ്തുവിന് വേണ്ടി പോരാടുന്ന സന്യാസിമാരെ കുറിച്ചും അല്ലെങ്കിൽ സ്ത്രീകളെക്കുറിച്ചും ദൈവവചനം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മാതൃത്വത്തിലൂടെ മാത്രമേ അവൾ രക്ഷ പ്രാപിക്കത്തുള്ളൂ എന്ന് പറയാനായിട്ട് യാതൊരു വിധത്തിലും സാധിക്കത്തില്ല. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. ഇവിടെ സ്ത്രീയെക്കുറിച്ചും പുരുഷനെക്കുറിച്ചും വല്ലതും പറഞ്ഞിട്ടുണ്ടോ? യാതൊരു വ്യത്യാസവും പറഞ്ഞിട്ടില്ല. വിശ്വാസം എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന ഘടകം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, സ്നാനം സ്വീകരിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും എന്നല്ല പറഞ്ഞത്, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കും. അപ്പം രക്ഷയുടെ പ്രധാനപ്പെട്ട വിഷയം ഒറ്റ കാര്യമാണ്. എന്ത്? വിശ്വാസമാണ്. അല്ലാതെ അവൻ്റെ കുറേ പ്രവൃത്തിയോ കുറേ കാര്യങ്ങളോ അല്ല, വിശ്വാസമാണ്. പക്ഷേ ആ വിശ്വാസത്തിൻ്റെ അനുസരണമാകുന്ന പ്രവൃത്തികൾ അവനിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. അതതിൻ്റെ കൂടെയുള്ള കാര്യമാണ്. ഒരുവൻ വിശ്വസിക്കുന്നെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ അനുരൂപണമാകുന്ന പ്രവൃത്തി അവനിൽ ഉണ്ടാകും. എനിക്ക് വിശ്വാസമില്ലാത്തപ്പോൾ ഞാൻ കള്ളുകൂടിയനായിരുന്നു. എനിക്ക് വിശ്വാസം വന്നു, ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എന്നെ മദ്യപാനം നിർത്തി. കാരണം എന്താ? ആ വിശ്വാസത്തിൻ്റെ അനുസരണം മദ്യപാനി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ആ പരിപാടി നിർത്തി. അപ്പോൾ വിശ്വാസത്തിൻ്റെ അനുസരണം അവനിൽ ഉണ്ടാകും, അതാണ് അവൻ്റെ പ്രവൃത്തി. എന്നാൽ രക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വിശ്വാസമാണ്. അവിടെ സ്ത്രീയോ പുരുഷനോ എന്നൊന്നില്ല. പത്രോസ് വ്യക്തമായിട്ട് പറയുന്നു, വിശ്വാസമുള്ള ഒരു സ്ത്രീയെക്കുറിച്ചും പുരുഷനെക്കുറിച്ചും പറയുമ്പോൾ ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവൾ ബഹുമാനിക്കപ്പെടണം. ജീവദായകമായ കൃപ, രക്ഷയിലേക്കുള്ള അവളുടെ കൃപ തുല്യമാണ്. പുരുഷനും സ്ത്രീക്കും വ്യത്യസ്തമുണ്ടോ? ഇല്ല. അല്ലാതെ പുരുഷൻ പ്രസവവേദന ഇല്ലാതെ സുഖിച്ചിങ്ങനെ നടക്കുകയും സ്ത്രീ പാവപ്പെട്ടവൾ അവൾ പ്രസവിച്ച് കഷ്ടം സഹിക്കുകയും വേദന സഹിക്കുകയും ചെയ്യണം. അതൊരു കാര്യത്തിൻ്റെ ഒരു പരിണിത ഫലം തന്നെയാണ്, അതില്ലാന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അതിലൂടെ മാത്രമേ രക്ഷിക്കപ്പെടത്തുള്ളൂ എന്ന് പൗലോസ് അപ്പോസ്തലൻ അവിടെ ഉദ്ദേശിച്ചിട്ടില്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് സ്ത്രീക്ക് മാതൃത്വം അതൊരു വേദനയാണ് അല്ലേ? ഒരു വേദനയല്ലേ? ആരെങ്കിലും പ്രസവ വേദന സന്തോഷത്തോടെ ഹൈ ഞാൻ ഇന്ന് പ്രസവിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും തുള്ളിച്ചാടി പ്രസവിക്കാൻ പോയവരുണ്ടോ? ഇന്നിപ്പോൾ അങ്ങനെ യൂട്യൂബിൽ കുറേ വീഡിയോ ഒക്കെ കാണാം. ഞാൻ ദേ പോവാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ സെൽഫി വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഞാൻ എൻ്റെ ഭാര്യയുടെ ആദ്യത്തെ പ്രസവത്തിൻ്റെ സമയത്ത് ഞാൻ സത്യത്തിൽ നാട്ടിലായിരുന്നു, എൻ്റെ സ്ഥലത്തായിരുന്നു. പക്ഷേ അപ്പം വിളിച്ചു, മോനെ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്, നീ ഇഞ്ഞ് പോരെ എന്ന് പറഞ്ഞു. അപ്പം അതിന് മുമ്പിലത്തെ 4 ദിവസം ഞാനവിടെ കാവലിരുന്നതാണ്, പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ എനിക്ക് വർക്കുണ്ട്, ഞാൻ പോയിട്ട് വരാം. അപ്പോൾ വർക്ക് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കോൾ വന്നേ. ഞാൻ അപ്പോൾ തന്നെ വണ്ടി എടുത്തിട്ട് തിരിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നു. അപ്പം നമ്മൾ ലേബർ റൂമിലേക്ക് ഭാര്യ കയറിയതാണല്ലോ. വന്നപ്പോൾ ഞാനിവിടെ വന്നിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി വാതിലൊന്നും തുറന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ഇന്ന ആൾക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ നല്ല പെയിനൊക്കെ വരുന്നുണ്ട് ചേട്ടാ, കുഴപ്പമില്ല, ആയിക്കോളും എന്ന് പറഞ്ഞു.
അപ്പോൾ എന്നാലും ഒരു കുശലാന്വേഷണം നടത്തണമല്ലോ. അവൾ ഓക്കെ ആണോ, ഹാപ്പി ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അകത്തുനിന്നൊരു വലിയ കരച്ചിൽ കേട്ടു, ഒരു അന്യായ കരച്ചിൽ. അപ്പോൾ ആ നേഴ്സ് വെച്ച് എന്നോട് പറഞ്ഞു, ആ കരച്ചിൽ ചേച്ചിയുടെയാണ്. അത് കേട്ടിട്ട് ചേട്ടന് ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ല സങ്കടമാണെങ്കിൽ അങ്ങനെ, എന്താണെന്ന് വെച്ചാൽ കരുതിക്കോളാൻ പറഞ്ഞു. അതുവരെ വലിയ ടെൻഷനൊന്നും ഇല്ലാതെ നടന്ന് ഞാൻ നേരെ തിരിച്ചു വന്ന് അവിടെ ഇരുന്ന് പേപ്പറൊക്കെ എടുത്ത് തലയൊക്കെ തിരിച്ചു പിടിച്ച് ഇങ്ങനെ വായിച്ചൊക്കെ നോക്കി. എനിക്ക് പിന്നെ മനസ്സിലായോ ഇത് തല തിരിച്ചല്ലോ, പിന്നെ ഇങ്ങോട്ട് തിരിച്ച്. അതോടെ നമ്മൾ ടെൻഷനായി. അതുവരെ നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ല, കാരണം ഞാനല്ല അവർ ചോദിക്കാൻ പോകുന്നത്, അവളാണ്. ഇത് സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണല്ലോ എന്നുള്ള രീതിയായിരുന്നു. പക്ഷെ കരച്ചിൽ നമ്മുടെ ഹൃദയത്തിൽ കേട്ടപ്പോൾ തുടങ്ങി ഉള്ളിലൊരു പെടച്ചിലായി, ഒരു വേദനയായി. വലിയ താമസമൊന്നും എടുത്തില്ല, ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും റിസൾട്ട് വന്നു. ആൺകുഞ്ഞ് എന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടി. നമുക്ക് സന്തോഷമായി. എല്ലാവരും ഈ വേദന അനുഭവിച്ചവരല്ലേ? ആരെങ്കിലും ഈ വേദന അനുഭവിക്കാത്തവരുണ്ടോ? കുറച്ച് പേരൊക്കെ ഈ വേദന അനുഭവിച്ചവരെ, ബാക്കിയുള്ളവരൊക്കെ വേദന അനുഭവിക്കാനിരിക്കുന്നവരാണ് ഈ സൈഡിലുള്ളവർ. എന്തായാലും ദൈവവചനം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ മാതൃത്വത്തിൽ ആ വേദന പിന്നീട് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? വലിയ വേദനയാണ്. സാധാരണ ഒരു വ്യക്തിക്ക് സ്വീകരിക്കാൻ കഴിയാത്ത അത്രയും വലിയ ഡെസിബിളിലാണ് വേദന എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് ഒരു കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ സന്തോഷം കണ്ടു കഴിയുമ്പോൾ പിന്നീട് ഈ വേദന എല്ലാവരും മറക്കും. ഒരു പരിധിവരെ 90% സ്ത്രീകളും ആ വേദന പിന്നെ ഓർക്കുന്നു പോലുമില്ല. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ വിഷയത്തെയാണ് അവൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോസ്തലൻ. മാതൃത്വത്തിലൂടെ അത് അവൾക്ക് കൊടുത്തൊരു അനുഗ്രഹം തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവളുടെ വിശ്വാസമാണ് രക്ഷയുടെ പ്രധാനപ്പെട്ട ആധാരമെന്ന് മർക്കോസിന്റെ സുവിശേഷത്തിലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3:36 കൂടെ നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാം വാക്യം. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. അപ്പൊ നിത്യജീവൻ ലഭിക്കാൻ ഉള്ള ഏക മാനദണ്ഡം ദൈവം പറഞ്ഞത് പുത്രനെ വിശ്വസിക്കുക. പുത്രനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കും. എന്നിട്ട് വീണ്ടും അടുത്ത വാക്യം പറയുകയാണ്, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല, ദൈവകോപം അവന്റെ മേലുണ്ട്. അപ്പൊ ഒരു അനുസരണമുണ്ട് പുത്രനെ, അല്ലേ? പുത്രനെ അനുസരിക്കുന്ന, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്നിൽ വിശ്വാസം വന്നു കഴിഞ്ഞാൽ ആ വിശ്വാസത്തിന്റെ ഫലമാകുന്ന പ്രവർത്തികൾ, ചില അനുസരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകും. ആ അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിലാണ് സൂക്ഷിക്കേണ്ടത്. നിന്റെ വിശ്വാസത്തിൽ എവിടെയോ കപട വിശ്വാസമുണ്ട്, യഥാർത്ഥ വിശ്വാസമല്ല. പ്രാർത്ഥനാ ഹാളിൽ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനാ ഹാളിൽ നിന്ന് പുറത്തു പോയിട്ട് ഉഡായിപ്പ് കാണിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ വിശ്വാസത്തിൽ എവിടെയോ കപടതയുണ്ട്. അവനിൽ ദൈവം പ്രവർത്തിക്കത്തില്ല. അവൻ്റെ പ്രവൃത്തി ദൈവീകമല്ല, അവനിലൂടെ ദൈവം പ്രവർത്തിക്കത്തില്ല. അന്ധനായ ഒരു വ്യക്തി യേശു സൗഖ്യപ്പെടുത്തി, അല്ലേ? യഹൂദരെല്ലാം വന്നിട്ട് പറഞ്ഞു അവൻ ദൈവത്തിൽ നിന്നല്ല, അവൻ പിശാചാണ്, ബെത്സബൂലിനെ കൊണ്ടാണ് അവനിത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ അന്ധനായ പാവപ്പെട്ടവൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഈടാ പിശാച് പ്രവർത്തിക്കുന്ന, ബെത്സബൂൽ പ്രവർത്തിക്കുന്ന, ദൈവത്തിലല്ലാത്ത ഒരുവന് ജന്മനാ അന്ധനായ എന്നെ എങ്ങനെ സൗഖ്യപ്പെടുത്താൻ പറ്റും? നീ പറഞ്ഞിട്ട് പോയാൽ മതി. അതായത് ആ നിന്ന യഹൂദനോട് തർക്കിക്കുന്ന വ്യക്തി ആരാണ്? യേശു പിശാചിലൂടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എടുത്ത വയ്ക്ക് വലിയൊരു തർക്ക വിഷയം അവനെടുത്തിട്ട് കൊടുക്കുക. അങ്ങനെയെങ്കിൽ ഈ വ്യക്തിയിലൂടെ പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ ആത്മാവല്ല, നീ തെളിയിച്ച് കാണിക്കേ. കാരണം ഞാൻ ജന്മനാ അന്ധനാണ്. ജന്മനാ അന്ധനായ എൻ്റെ കണ്ണിനെ സൗഖ്യപ്പെടുത്താൻ ഇന്ന് വരെ ലോകത്ത് ഒരുവനും കഴിഞ്ഞിട്ടില്ല, അത് യേശുവിനെ കഴിഞ്ഞിട്ടുള്ളൂ. എങ്കിൽ യേശുവിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണെങ്കിൽ അവൻ പറയുന്നതും അവൻ ചെയ്യുന്നതും ദൈവത്തിൽ നിന്നായിരിക്കണം എന്ന് ഒരു ക്വസ്റ്റ്യൻ അവിടെ തിരിച്ചു കൊണ്ടുവന്ന് വെക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പൊ ദൈവാത്മാവിലൂടെ പ്രവർത്തിക്കുന്നവന് ദൈവിക പ്രവർത്തികൾ അവൻ ചെയ്യും. അവിടെ പല കാര്യങ്ങളും, ചിലപ്പോൾ രോഗസൗഖ്യമായിരിക്കാം, ചിലപ്പോൾ ഡെലിവറൻസ് ആയിരിക്കാം, എന്ത് മേഖലയാണെങ്കിലും ദൈവാത്മാവിലൂടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ ദൈവമാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഈ അന്ധൻ തന്നെ അവിടെ യഹൂദരായ വ്യക്തികളോട് ഒരു തർക്ക വിഷയം കൊണ്ടുവരികയാണ്. നമ്മളിവിടെ നോക്കിയാൽ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനിൽ വിശ്വസിക്കാത്തവൻ, പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കത്തില്ല. അപ്പോൾ പുത്രനെ വിശ്വസിക്കുകയും അതിൻ്റെ അനുസരണമാകുന്ന പ്രവൃത്തിയുണ്ട്. അല്ലാതെ നീ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തതുകൊണ്ട്, നീ ഒരു 10, 10, 12 മക്കളെ പ്രസവിച്ചതുകൊണ്ട് രക്ഷ പ്രാപിക്കുമെന്ന് വെച്ചാൽ നടക്കത്തില്ല. അതല്ല അതിൻ്റെ മാനദണ്ഡം. അങ്ങനെ 10, 12 മക്കളുണ്ടായി അവർ രക്ഷ പ്രാപിക്കുമെങ്കിൽ സ്വർഗത്തിൽ മുഴുവൻ കുറച്ച് തട്ടോട്ട സ്ത്രീകളായിരിക്കും ഉണ്ടാകുന്നത്. നമ്മുടെ ആളുകൾ കുറച്ച് കുറവായിരിക്കും, അല്ലെങ്കിൽ സ്ഥാനം കുറവായിരിക്കും. കാരണം അവർക്ക് 10, 12 ഒക്കെ ഉണ്ടല്ലേ. 10, 12 ഇനി അതിൽ കൂടുതലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഉണ്ടാവുമായിരിക്കും, എന്ത് വേട്ടെ. ഇവിടെ ദൈവവചനം വെക്കുന്ന ഒരൊറ്റ മാനദണ്ഡമാണ്, സ്ത്രീ പുരുഷൻ
ഏത് വ്യക്തിയാണെങ്കിലും രക്ഷയ്ക്ക് ഏകമാർഗം, ആദ്യത്തെ പ്രധാനപ്പെട്ട വിഷയം വിശ്വാസമാണ്. എന്നാൽ ആ വിശ്വാസത്തിൻ്റെ അനുസരണമാകുന്ന പ്രവൃത്തികൾ കൂടെ ഉണ്ടാകും എന്ന് നമ്മളവിടെ പറഞ്ഞു വെച്ചിരിക്കുക. നമ്മൾ നേരത്തെ വായിച്ച വചനം ഉണ്ടല്ലോ, തിമോത്തിയുടെ 2:14. അതൊന്നും കൂടി വായിക്കാമോ ബ്രദറെ? 1 തിമോത്തി 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ഒന്നുകൂടി വായിക്കാം. പിന്നീട് ഹവ്വയും ആദം വഞ്ചിക്കപ്പെട്ടിട്ടില്ല, എന്നാൽ സ്ത്രീ വഞ്ചിക്കപ്പെടുകയും നിയമം ലംഘിക്കുകയും ചെയ്തു. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ആദം വഞ്ചിക്കപ്പെട്ടിട്ടില്ല, സ്ത്രീയാണ് വഞ്ചിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. സത്യത്തിൽ ആദം വഞ്ചിക്കപ്പെട്ടിട്ടില്ലേ? സ്ത്രീകൾ പറ, ആവേശം നിങ്ങൾക്കായിരിക്കും ഈ കാര്യത്തിൽ. പറയ്, മൈക്ക് വേണോ? സ്ത്രീ മാത്രമാണോ വഞ്ചിക്കപ്പെട്ടത്? അല്ല, ആദവും വഞ്ചിക്കപ്പെട്ടു. അവർ ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. നിങ്ങളോട് ചോദിക്കുക, ആദം വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടോ? വഞ്ചിക്കപ്പെട്ടു. അവരും പറയുന്നു വഞ്ചിക്കപ്പെട്ടു എന്ന്. അതിനകത്ത് ഒരാളെ പറഞ്ഞുള്ളൂ, എല്ലാവരും എനിക്ക് വഞ്ചിക്കപ്പെട്ടു. ഓക്കെ, ആദം വഞ്ചിക്കപ്പെട്ടു എന്ന് അപ്പച്ചനും പറയുന്നുണ്ട്. എന്തായാലും അതിനകത്ത് അപ്പച്ചനും തടസ്സമൊന്നുമില്ല. പക്ഷെ വചനം പൗലോസ് അപ്പോസ്തലൻ, അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ സ്ത്രീകളോട് എന്തോ ഒരു ചെറിയ അങ്ങനെ വല്ലതായിരിക്കുമോ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്നുള്ളതൊരു ചിന്ത നമുക്കൊന്ന് പറയാം. ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം. അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു, ഞാൻ അത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കിടക്കുന്നുണ്ട്. അതായത് ആദം നിൽക്കുന്നു, ഹവ്വ നിൽക്കുന്നു, നടുവിൽ നീതിമാനായ ദൈവം നിൽക്കുന്നു. രണ്ടുപേരുടെയും സാന്നിധ്യത്തിലാണ് ആദം ആ കാര്യം പറഞ്ഞത്. കർത്താവ്, ഞാനൊന്നും ചെയ്തിട്ടില്ല, നീ കൂട്ടുതന്നത് ഈ സാധനം ഉണ്ടല്ലോ, ഇവളാണ് എനിക്ക് ഈ പഴം തന്നത്, ഞാനൊന്നും ചെയ്തിട്ടില്ല. ദൈവത്തിനെല്ലാം അറിയാലോ അല്ലേ? ദൈവത്തിന് സകലതും അറിയാലോ അല്ലേ? ദൈവം പറഞ്ഞു, ആദം നീ നുണ പറയുന്നില്ലടാ എന്ന് പറഞ്ഞോ? ഇല്ല. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ ആ പഴം തിന്നു. അതായത് പുരുഷൻ കൈ കഴുകി, ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ, ഞാനിതൊന്നും ചെയ്തിട്ടില്ലേ, ഞാനല്ല ഇതിൻ്റെ കാരണം, ഇവളാണ്, അത് നീ എനിക്ക് കൂട്ടുതന്ന സ്ത്രീയാണ്, ഈ സ്ത്രീയാണ് എന്നെ വഞ്ചിച്ചത്, അല്ലെങ്കിൽ എനിക്ക് ഇട്ട് പണി തന്നത് എന്നൊരു കാര്യം പറയുക. നിങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആദം വഞ്ചിക്കപ്പെട്ടിട്ടില്ല എന്ന് അപ്പസ്തോലൻ പറയുന്നു? 2, ഇതാ ആദത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലും അതേ കാര്യം തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആദം പറയുന്നു. അവിടെ തിരിച്ചൊരു ചോദ്യം പോലും ദൈവം ചോദിക്കുന്നില്ല, പകരം സ്ത്രീയോടുള്ള ചോദ്യമാണ്. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? നീ ചെയ്തത് ഇത് തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്ത്രീ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു എന്നാണ് പറയുന്നത്. നമുക്കൊരു വാക്യം കൂടി വായിക്കാം. ഉൽപ്പത്തി 3-ന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശല്യമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, അവിടെ 3-ാം വാക്യത്തിൽ, എന്നാൽ തോട്ടത്തിലെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അരുത് എന്ന്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. പഴം ഭക്ഷിക്കുകയോ തൊടുകയോ പോലും അരുത് എന്ന് ആരാ പറഞ്ഞിരിക്കുന്നേ? ദൈവം പറഞ്ഞോ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു? തുടരുന്നു പറഞ്ഞോ? എന്നാ വായിക്കി. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-ാം വാക്യം. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. തുടരുന്ന് പറഞ്ഞിട്ടുണ്ടോ? അവിടെ തുടരുന്നൊരു വാക്ക് നിങ്ങൾ കണ്ടോ? ഇല്ല, തുടരുത് എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ അവിടുന്ന് അവനോട് കൽപ്പിച്ചു. ആരോട്? ആദത്തോട് കൽപ്പിച്ചു. ഹവ്വ അവിടെ ഇല്ല പ്രതലത്തിൽ. ഈ സിറ്റുവേഷനിൽ ഹവ്വയുണ്ടോ? ഇല്ല. അതിനുശേഷമാണ് ഹവ്വയെ വാരിയിൽ നിന്നും സൃഷ്ടിക്കുന്നത് പോലും കാണുന്നത്. ദൈവം ആദത്തോട് പറഞ്ഞു, നീ എന്ത് ചെയ്യരുത്? തിന്നരുത് എന്ന് പറഞ്ഞു. ആദത്തിന് ഹവ്വയോട് ആദം പറഞ്ഞപ്പോൾ കുറച്ചും കൂടിയും പറഞ്ഞു, ഹവ്വേ മോളെ, നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും, മാത്രമല്ല നീ തൊടുക പോലും ചെയ്യണ്ട, നീ ആ ഏരിയയെ പോലും പോണ്ട. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഗ്യാസ് പേടിയാ ചില സ്ത്രീകൾക്ക്. അവൾ തിരിച്ചാൽ ഗ്യാസ് ലീക്കായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് പറയും, എൻ്റെ പൊന്നു മോളെ ഗ്യാസ് മാറ്റി വയ്ക്കുമ്പോൾ ഞാൻ ഉള്ളിപ്പോൾ മാറ്റി വെച്ചാൽ മതി,
കാരണം അതും വിട്ട് പണിത് ഈ വീട് മുഴുവൻ കത്തിച്ച് കളയരുത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഞാൻ പറയുക, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞു, ഞാനത് ചെയ്തു തരാം. ഞാൻ എൻ്റെ വീട്ടിൽ പണ്ട് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് ഇത് തിരിച്ച് പറിച്ച് എന്തെങ്കിലും ചിലപ്പോൾ ലീക്കാക്കും എന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ അപകടം വരുത്തരുത്, നീ അതിലേക്ക് തൊടുക പോലും ചെയ്യരുത് എന്ന് ആദമായിരിക്കാം ഒരു പക്ഷേ ഹവ്വയോട് പറഞ്ഞേക്കുന്നത്. ദൈവം ആദത്തോടാണ് ഈ കാര്യം പറഞ്ഞത്. ദൈവം അവനോട് പറഞ്ഞു, അവരോടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടുപേരും അവിടെ ഉണ്ടോ? ഇല്ല. ദൈവം അവനോട് പറഞ്ഞു, തിന്നരുത്, തിന്ന ദിവസം നീ മരിക്കും. ഇനി 2-ാം അധ്യായത്തിലെ ആ 3-ാം വാക്യം നിങ്ങൾ ഒന്നുകൂടി വായിച്ചോ. എന്നാൽ തോട്ടത്തിലെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുകയോ പോലും അരുത് എന്ന് പറഞ്ഞിട്ട് ഹവ്വ തന്നെ വീണ്ടും പറയുകയാണ്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവം പറഞ്ഞ വാക്ക് അവൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഭക്ഷിച്ചാൽ മരിക്കും. തൊടരുത് എന്ന് പോലും എനിക്ക് ഇൻഫോർമേഷൻ ഉണ്ട്, എനിക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ട് എന്നുള്ളത് ഹവ്വ വളരെ വ്യക്തമായിട്ട് പറയുക. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പോൾ സത്യത്തിൽ തൊടരുത് എന്ന് പോലും പറഞ്ഞ അത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടും ഹവ്വ എന്ത് ചെയ്തു? ഹവ്വ അത് ആദത്തിൻ്റെ മേഖലയിലല്ല. 1-ാം വാക്യം ഒന്നും വായിച്ചോ, ആ 3-ന്റെ 1 വായിച്ചോ. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കൗശലമാണ് അവളെ കുടുക്കിയത്. ആരാണ് കുടുക്കിയത്? സാത്താനാണ് സ്ത്രീയെ വഞ്ചിച്ചത്. സ്ത്രീയെ വഞ്ചിക്കാൻ സാത്താൻ ഉപയോഗിച്ച പ്രധാനപ്പെട്ട മേഖല അതാണ്. അതിൻ്റെ 4-ാമത്തെ വാക്യം, സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. സർപ്പം സ്ത്രീയോട് പറയാൻ, നിങ്ങൾക്ക് എന്ത് പറ്റില്ല? മരിക്കത്തില്ല. നിങ്ങൾ തിന്നുന്ന ദിവസം, അത് നിങ്ങൾ തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. അതായത് 2 പ്രധാനപ്പെട്ട കാര്യമാണ് ചെയ്തത്. അവളെ പ്രലോഭിപ്പിച്ചു, അവൾക്കൊരു മോഹം കൊടുത്തു. എന്ത് മോഹമാണ്? നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആകാൻ പറ്റും. ഹവ്വ നോക്കിക്കഴിഞ്ഞപ്പോൾ, ഇത് കൊള്ളാലോ, ഈ പഴം കഴിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ പോലെ ആകുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ കുറച്ചുകൂടി നല്ലത്, അല്ലേ? അതായിരിക്കും കുറച്ചുകൂടി ശ്രേഷ്ഠമെന്ന് കരുതി അവൻ പറഞ്ഞ ആ നുണ അവൾ വിശ്വസിച്ചു. ഇന്ന് പലപ്പോഴും അങ്ങനെയാണ്. നുണയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? തകർക്കുന്നത്, നമ്മളെ പ്രലോഭിപ്പിക്കുന്നത്, ഏതെങ്കിലും പാപത്തിലേക്ക് നമ്മളെ വീഴ്ത്തുന്നത്. ഇവിടെ ഹവ്വ ചെയ്ത പ്രധാനപ്പെട്ട വിഷയം, സാത്താൻ അവളെ വീഴ്ത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഒന്ന്, ദൈവം പറഞ്ഞു തിന്നുന്ന ദിവസം നീ മരിക്കും. സാത്താൻ പറഞ്ഞു തിന്നുന്ന ദിവസം നിന്റെ കണ്ണ് തുറക്കും, നീ ദൈവത്തെ പോലെയാകും, നീ മരിക്കുകയില്ല. അപ്പോൾ ദൈവം പറഞ്ഞത് അവൾ അവിശ്വസിക്കുകയും സാത്താൻ പറഞ്ഞത് അവൾ വിശ്വസിക്കുകയും ചെയ്തു. 1-ാമത്തെ കാര്യം. 2, ദൈവത്തെ മാത്രമല്ല അവൾ അവിശ്വസിച്ചത്, രണ്ടാമത് ആരെ കൂടി അവിശ്വസിച്ചു? ആദത്തെ, സ്വന്തം ഭർത്താവിനെ കൂടെ അവൾ അവിശ്വസിച്ചു. അങ്ങനെ ആ ഭർത്താവിനെ പോലും അവിശ്വസിച്ചു. ഈ 2 കാര്യം അവിടെയുണ്ട്. ദൈവം കൽപ്പന കൊടുത്തത് അവൾ അവിശ്വസിച്ച്, ദൈവത്താളേക്കാൾ അധികം സാത്താൻ പറഞ്ഞത് അവൾ കേൾക്കുകയും സാത്താൻ്റെ പിന്നാലെ പോവുകയും ചെയ്തു. അവിടെയാണ് ദൈവവചനം പറഞ്ഞത്, ആദം വഞ്ചിക്കപ്പെട്ടിട്ടില്ല, ഹവ്വയാണ് വഞ്ചിക്കപ്പെട്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹവ്വ കൊണ്ടുവന്നിട്ട്, ആദമേ, നമ്മളെ കർത്താവ് പറഞ്ഞ് പറ്റിച്ച പഴമില്ലേ, ഈ പഴം തിന്നു കഴിഞ്ഞാൽ ദൈവത്തെ പോലെയാകും, കണ്ടോ ഞാൻ തിന്നു, ഞാൻ ദൈവത്തെ പോലെയായി, നീയും തിന്ന് എന്ന് പറഞ്ഞിട്ടാണോ ആദത്തിന് കൊണ്ടു കൊടുത്തേ? ആണോ? അങ്ങനെ കൊടുത്ത ആദം ഇപ്പം തന്നെ ചോദിക്കും, അതായത് ഈ സ്ത്രീ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങനെ തന്നെ, ഈ പഴം കഴിച്ചപ്പോഴും ഇങ്ങനെ തന്നെ, കഴിച്ചതിന് ശേഷവും ഇങ്ങനെ തന്നെ എന്ന് ആദം ചിന്തിക്കത്തില്ലേ? അല്ലേ? അവിടെ യാതൊരു വിധ ചോദ്യമില്ല. ദൈവത്തെ പോലെ ആകാമെന്ന മോഹത്തിലാണോ ആദം പഴം ഭക്ഷിച്ചത്? ആദം പഴം കഴിച്ചത് ദൈവത്തെ പോലെ ആകാമെന്ന മോഹം അവൻ്റെ ഉള്ളിൽ വന്നിട്ടാണോ? അല്ല. അവൾ തന്നു, അവൻ കഴിച്ചു, അവൻ അവളെ വിശ്വസിച്ചു. ഇത് മാത്രമേ അവിടെ ഉള്ളൂ. വേറൊരു കാര്യം അതിൻ്റെ അകത്തില്ല എന്ന് കൃത്യമായുള്ള വചനം പറഞ്ഞിരിക്കുന്നത് ആദം തന്നെയാണ്. അത് പറഞ്ഞത് ദൈവത്തിൻ്റെ അടുത്താണ്. അപ്പോൾ തന്നെ ദൈവം തിരിച്ചു ചോദിക്കുകയും ചെയ്തു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ഇവിടെ വചനം പറയുകയാണ്, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ച എത്തി മരണത്തെ കൊണ്ടുവരുന്നു. ആദ്യം വരുന്നത് എന്താ? ദുർമോഹം, കണ്ണിൻ്റെ മോഹം. അത് കണ്ടു, കൊള്ളാം, നല്ലത് എന്ന് തോന്നി. ഇങ്ങനെയുള്ളൊരു ദുർമോഹം സാത്താൻ അവളിൽ വിതച്ചു. ആ ദുർമോഹം അവൾക്ക് അത് പറയ്ക്കാനും അത് ഭക്ഷിക്കാനും കഴിക്കാനുമുള്ള ഒരു ഒരു ആഗ്രഹം അവളിൽ സാത്താൻ കൊണ്ടുവന്നു. അതിൻ്റെ പുറകിൽ സാത്താൻ വെച്ച പ്രധാനപ്പെട്ട വിഷയമാണ്, നിന്നെ ഞാൻ എന്താക്കാം? ദൈവത്തെ പോലെയാക്കാം, നിന്നെ ഞാൻ വലിയ ആളാക്കാം, നിന്നെ ഞാൻ ഉയർത്താം, നിന്നെ ഞാൻ
വലിയ യേശുവിൻ്റെ മുമ്പിൽ പ്രലോഭകൻ വന്ന് പറഞ്ഞ കാര്യം എന്നാ? കർത്താവ്, നീ ഇത്ര കഷ്ടപ്പെടുന്നു വേണ്ട, നീ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചത് ഈ പറയുന്ന രാജ്യങ്ങൾ മുഴുവൻ ഇവിടെയുള്ള സകലതും നിനക്ക് ഞാൻ തരാം. വേറെ ഒന്നും വേണ്ട, നീ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചാൽ മതി. ഇതിൻ്റെ സകല അധികാരങ്ങളും നീ ഇതിനു വേണ്ടിയുള്ള കഷ്ടപ്പെട്ടിട്ട് വന്ന കാൽവരി ക്രൂശിലൊക്കെ മരിക്കാൻ പോകുന്നേ, നീ വേറൊന്നും ചെയ്യേണ്ടത്, നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചാൽ ഈ പറയുന്ന അധികാരങ്ങളും അവകാശങ്ങളും മുഴുവൻ നിനക്ക് ഞാൻ തരാം. പണ്ട് ഷിബു ബ്രദർ ഈ സാത്താൻ്റെ ചില മേഖലകൾ പഠിപ്പിക്കുമ്പോൾ വ്യക്തമായിട്ട് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇവർ സാത്താനുമായി ഒരു എഗ്രിമെൻ്റ് വയ്ക്കും, പിശാചുമായി ഒരു എഗ്രിമെൻ്റ് വയ്ക്കും. ഇന്ന കാര്യം ചെയ്താൽ ഇന്ന ദേശം നിനക്ക് കീഴടക്കി തരാം. നീ വേണമെങ്കിൽ പ്രാർത്ഥന കൊണ്ടുപോക്കുമോ, നീ വേണമെങ്കിൽ പ്രയർ സുവിശേഷമൊക്കെ നീ പറഞ്ഞോ, പക്ഷേ നിൻ്റെ കീഴിലേക്ക് ഈ ഏരിയനെ നിനക്ക് ഞാൻ തരാം. പക്ഷേ ഞാൻ പറയുന്ന ചില കാര്യം കൂടി നീ എന്ത് ചെയ്യണം, നീ എൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഞാൻ പറയുന്ന സുവിശേഷമായിരിക്കണം നീ പറയേണ്ടത്. ഇത് സാത്താൻ്റെ സ്ഥിരം പരിപാടിയാണ്. അവൻ വന്ന് എല്ലാ വ്യക്തികളിലും ആർക്കും വേണമെങ്കിലും എഗ്രിമെൻ്റ് വയ്ക്കും, ഏത് വ്യക്തിത്വത്തിന് വേണമെങ്കിലും അവൻ എഗ്രിമെൻ്റ് വയ്ക്കും. കാരണം അവൻ അതിൻ്റെ ആളാണ്. ഈ പറയുന്ന പരിപാടി ചെയ്യുന്ന പ്രധാനപ്പെട്ട ആളാണ്. ഇതാണ് ഹവ്വായുടെ അടുത്ത് അവൻ വെച്ച ആദ്യത്തെ എഗ്രിമെൻ്റ്. എന്തായിരുന്നു? നിന്നെ ദൈവത്തെ പോലെ ആക്കാം, നീ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവളെ വഞ്ചിച്ചത്. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വഞ്ചന എന്ന് പറയുന്നതും പാപം എന്ന് പറയുന്നതും രണ്ടാണ്. ബൈബിൾ വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുന്നത് അവൾ കബളിപ്പിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട പറഞ്ഞിരിക്കുന്നത്. പാപം ചെയ്തു എന്ന് പറയുന്നത് രണ്ടുപേർക്ക് ഈക്വലാണ്. ആദവും ഹവ്വയും പാപം ചെയ്തു, അതിനകത്ത് യാതൊരു വ്യത്യാസമില്ല. പക്ഷെ വഞ്ചിക്കപ്പെട്ടത് ആരാണ്? ഹവ്വയാണ് എന്ന് മാത്രമാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എടുത്തു വയ്ക്കുന്നത്. നമ്മളിപ്പം ഈ സൈഡിൽ വഞ്ചനയെ വെക്കുക, ഈ സൈഡിൽ പാപത്തെ വെക്കുക. അപ്പോൾ വഞ്ചനയുടെ താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹവ്വയുടെ പേര് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ, ആദത്തിൻ്റെ പേര് എഴുതാൻ പറ്റത്തില്ല. കാരണം ഒരു പ്രലോഭനത്തിലും വീണിട്ടല്ല ആദം എന്ത് ചെയ്തത്, ആ പാപം ചെയ്തത്. അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കൽപ്പനാ ലംഘനത്തിൻ്റെ കാര്യത്തിൽ ആദത്തിൻ്റെയും ഹവ്വയുടെയും പേര് എഴുതേണ്ടി വരും. കാരണം കൽപ്പന കൊടുത്ത ആർക്കാ? ആദത്തിനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പഴം ഭക്ഷിക്കൂ എന്നുള്ളത് രണ്ടുപേരും ചെയ്തു. ആ കാര്യത്തിൽ എക്സംഷൻ ഉണ്ടോ, ഒഴിവുണ്ടോ? ആദത്തിന് രക്ഷപ്പെടാൻ പറ്റുമോ? ഒരു രീതിയിൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല. പാപം ചെയ്തു എന്നുള്ളതിൽ രണ്ടുപേരും ചെയ്തു. പക്ഷേ വഞ്ചിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ മാത്രമാണ് പൗലോസ് അപ്പോസ്തലൻ ഒരു വ്യത്യസ്തമായൊരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഹവ്വയാണ് വഞ്ചിക്കപ്പെട്ടത്, ആദം വഞ്ചിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 5-ാം അധ്യായം 12 മുതൽ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ മൂലമാണ് പാപം ലോകത്തിൽ പ്രവേശിച്ചത്. ആ മനുഷ്യൻ ആരാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ താഴോട്ട് പറയുന്നുണ്ട്, വ്യക്തമായിട്ട് വായിച്ചോ. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപരിച്ചു. എല്ലാവരിലും മരണം വന്നു. നിയമം നൽകപ്പെടുന്നതിന് മുമ്പ് തന്നെ പാപം ലോകത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ നിയമമല്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല. ആദത്തിന്റെ പാപത്തിന് സദൃശ്യമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും ആദത്തിന്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി. അപ്പൊ ആദത്തിന്റെ പാപത്തിന്റെ സദൃശ്യം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദം പാപം ചെയ്തോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ പാപം ചെയ്തു എന്ന് തന്നെയാണ്, അതിനകത്ത് യാതൊരു വ്യത്യാസവും ഇല്ല. പക്ഷെ ആദം വഞ്ചിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ആദം പാപം ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ചെയ്തു എന്ന കാര്യത്തിൽ അപ്പോസ്തലന് യാതൊരു സംശയവുമില്ല. കാരണം അപ്പോസ്തലൻ തന്നെ റോമാലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഒരു മനുഷ്യൻ മൂലം പാപം ലോകത്തിൽ പ്രവേശിച്ചു, അത് ആദത്തിൻ്റെ പാപമായിരുന്നു. ആദമാണ് ആ പാപം ചെയ്തത്. കാരണം നിയമം കൊടുത്തത് ആദത്തിനായിരുന്നു, നിയമം ലംഘിച്ചത് ആദമായിരുന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് പോകുന്ന ഇപ്പോൾ ഞാനുണ്ടായിരുന്നു, നമ്മുടെ റോയ് ബ്രദർ ഉണ്ടായിരുന്നു, നമ്മുടെ മറ്റേ റോയ് ബ്രദർ ഉണ്ടായിരുന്നു, ബീവൻ ബ്രദർ ഉണ്ടായിരുന്നു, രാജു ബ്രദർ ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്ര പേര്? ഈ പാവമില്ല, ആ റോയ് ബ്രദർ ഉണ്ടായിരുന്നത്. ഞങ്ങൾ 4 പേരായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ 4 പേരുണ്ടായിരുന്നുള്ളൂ. ഈ പേര് പറഞ്ഞപ്പോൾ 5 പേരായല്ലോ എന്ന് വിചാരിച്ച്. കണക്കെൻ്റെ തെറ്റിയതാ, സോറി. ഞങ്ങൾ 4 പേര് കൂടി കാറിൽ യാത്ര ചെയ്യുക. ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ഈ അടൂർ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വൺ വേ ഉണ്ട്. ഞാൻ ആ വൺ വേ എടുക്കാനായിട്ട് വരുമ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലിരുന്ന രാജു ബ്രദർ പറയാണ്, കുഴപ്പമില്ല, ധൈര്യമായിട്ട് പോയിക്കോ, വൺ വേ ഒന്നുമില്ല, പ്രശ്നമില്ല എന്ന് പറയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലാതെ വൺ വേയുടെ ബോർഡുണ്ട് എന്ന് ഞാൻ പറയുക. അപ്പോൾ വീണ്ടും രാജു ബ്രദർ പറയാം, കുഴപ്പമൊന്നുമില്ലെന്നേ, നിങ്ങൾ പോയിക്കോ, വൺ വേ ഒന്നും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പോയിക്കോ. ഞാൻ എത്ര പ്രാവശ്യം ഇതിൽ പോയിരിക്കുന്നതാ, നിങ്ങൾ വണ്ടി എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ വണ്ടി എടുത്തു. കഥയാണേ, സംഭവിച്ചതല്ല, എല്ലാവരും മിഴിച്ചു നോക്കണ്ട. അപ്പോൾ ഞാൻ വണ്ടി എടുത്ത വഴി പോലീസ് കൈ കാണിച്ചു എന്ന് വിചാരിക്കുക. പോലീസ് കൈ കാണിച്ചു, ഇത് വൺ വേ ആണ്, നിന്നോട് ആരാ അതിലെടുക്കാൻ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എന്തോ ലവനാണ് എന്നോട് എടുക്കാൻ പറഞ്ഞത്. ശിക്ഷിക്കപ്പെടുന്ന ആരായിരിക്കും? രാജു ബ്രദർ ആയിരിക്കുമോ? ആരായിരിക്കും ശിക്ഷിക്കപ്പെടുക? വണ്ടി ഓടിച്ച് ഞാൻ തന്നെയായിരിക്കും ശിക്ഷിക്കപ്പെടുക. കാരണം എന്താ? നിയമലംഘനം ചെയ്തത് ഞാനാണ്. നിയമം പാലിക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെയാണ്, ഡ്രൈവറുടെയാണ്. ആരാണോ വണ്ടി ഓടിക്കുന്നത് ആ വണ്ടി ഓടിക്കുന്നതിന് ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇതിൻ്റെ പരിണിത ഫലം ഞങ്ങൾ 4 പേരും അനുഭവിക്കും, ഇല്ലേ? ആ കാറിലിരിക്കുന്ന 4 പേർക്കും കുറച്ച് സമയം വേസ്റ്റ് ആവും.
പോലീസിൻ്റെ നടപടിക്രമങ്ങൾ തീരുന്നവരെ ഞങ്ങൾ 4 പേരും അവിടെ തന്നെ കുത്തിയിരിക്കേണ്ടി വരും. അവർ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞാൽ ഫൈൻ അടയ്ക്കേണ്ടി വരും. ആ കാര്യം എന്താണോ നമുക്ക് അതിൻ്റെ പരിണിത ഫലം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ചെയ്യേണ്ടി വരും. ഈ 1 വേ കഴിഞ്ഞ ആഴ്ച രാജു ബ്രദർ പോകുമ്പോൾ 1 വേ ആയിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച 2 സൈഡിലേക്കും പോകാമായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. 2 സൈഡിലേക്കും പോകാമായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ പോലീസിൻ്റെ പുതിയ നടപടിക്രമം വെച്ച് ഈ ആഴ്ച ഇത് 1 വേ ആക്കി മാറ്റി. കാരണം അടൂർ ടൗണിലെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് പോലീസിന് അങ്ങനെ ഒരു നടപടിക്രമം സ്വീകരിക്കേണ്ടി വന്നു. ഇത് 1 വേ ആക്കിയാലേ ട്രാഫിക് പ്രശ്നം തീരത്തുള്ളൂ എന്ന് മനസ്സിലാക്കി അവരത് 1 വേ ആക്കി ഒരു ബോർഡും വെച്ചു, 1 വേ എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ക്ലിയർ ചെയ്യാം. അപ്പോൾ ആ 1 വേ എന്ന ബോർഡ് വെച്ചതിന് ശേഷം ഞാൻ അതിൽ പോയാലാണ് കുറ്റലംഘനമാകത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ആഴ്ച ചിലപ്പോൾ അതിലൂടെ രാജു ബ്രദർ ബൈക്കിന് പോയിട്ടുണ്ടാവും. അത് ചെയ്ത് തെറ്റാണോ കുറ്റമാണോ? അല്ല, നിയമം നൽകപ്പെട്ടു. ഇത് 1 വേ എന്ന നിയമം നൽകപ്പെട്ടാൽ മാത്രമേ രാജു ബ്രദർ അതിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ അതിലെ കാർ ഓടിച്ചാൽ അത് കുറ്റമാകുന്നുള്ളൂ. അതിന് മുൻപ് ഞാൻ അതിൽ പോയി, കഴിഞ്ഞ ആഴ്ച നീ ഇതിൽ പോയി എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ ഫൈൻ അടപ്പിക്കാൻ പറ്റുമോ പോലീസിന്? കാരണം കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു? 2 വേ ആയിരുന്നു, 2 വഴിക്കും പോകാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. ഈ ആഴ്ചയാണ് ട്രാഫിക് നിയന്ത്രണം വന്നത് 1 വേ ആക്കിയത്. അതാണ് നിയമം നൽകപ്പെടുന്നതിന് മുൻപ് തന്നെ പാപം ലോകത്തിലുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സ്വാഭാവികമായി ചില തെറ്റുകൾ അവർ ചെയ്തിരുന്നു, ചില പാപങ്ങൾ അവർ ചെയ്തിരുന്നു. പല പാപങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിയമം ഇപ്പം മോശയിലൂടെയാണ് നിയമം നൽകപ്പെട്ടത്. പഴയ നിയമം മോശയിലൂടെ നൽകപ്പെട്ടത്. എന്ന് വെച്ചാൽ മോശയ്ക്ക് മുമ്പ് പാപം ഇല്ലാതിരുന്നോ? പല പാപം മനുഷ്യൻ ചെയ്തിട്ടില്ലേ? പക്ഷെ ആ പാപം പെരുകിയതെപ്പോഴാണ്? അല്ലെങ്കിൽ പാപത്തിൻ്റെ ഫലം മനുഷ്യൻ അനുഭവിക്കാൻ തുടങ്ങിയത് മോശയിലൂടെ കൽപ്പന കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ കൽപ്പന ലംഘനം അത് കൂടുതൽ ഇതായിട്ട് മാറി. അവിടെയാണ് പറയുന്നത് പാപം അതിന് മുൻപേ ഉണ്ടായിരുന്നു. അതാണ് 13-ാം വാക്യം. നിയമം നൽകപ്പെടുന്നതിന് മുൻപേ പാപം ലോകത്തിലുണ്ടായിരുന്നു, എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിൽ നൽകപ്പെടുന്നില്ല. നിയമമില്ലാത്തപ്പോൾ ഇപ്പം മോശയ്ക്ക് മുൻപും പലരെയും കൊന്നിട്ടുണ്ട് അല്ലേ? പല വ്യക്തികളും കൊന്നിട്ടുണ്ട്. ലാമയ്ക്ക് പറയുന്നുണ്ട് എൻ്റെ 7 ഇരട്ടിയാണ് ഞാൻ കൊന്നിട്ടുണ്ട്. ഞാൻ ആരെയോ കൊന്നിട്ടുണ്ട് അല്ലേ? ഞാൻ ആരെയോ കൊന്ന കേസ് ലാമയ്ക്ക് പറയുന്നുണ്ട്. പല ആളുകളും പല മനുഷ്യരെയും കൊന്നിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ശിക്ഷിക്കപ്പെടുമോ? അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടോ? നിയമം കൊടുത്തത് മോശയ്ക്കാണ്. മോശയോട് പറഞ്ഞു കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൊലപാതകി ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞ് നിയമം കൊടുത്തത്. പക്ഷെ അതിന് മുൻപും പാപം ചെയ്തിട്ടുണ്ട്. പക്ഷെ പാപത്തിൻ്റെ ഫലം, അനന്തരഫലം അവർ അത്രയും രീതിയിൽ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെ വചനം വ്യക്തമായിട്ട് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം, 4 പേര് ആ കാറിലുണ്ടായിരുന്നു, വണ്ടി ഓടിച്ച് എന്നെയായിരിക്കും ശിക്ഷിക്കുന്നത്. ആദമാണ് ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട ഡ്രൈവർ. ആദത്തിനാണ് നിയമം കൊടുത്തിരിക്കുന്നത്. നിയമം ലംഘിച്ചത് ഹവ്വയാണെങ്കിൽ പോലും ആ നിയമത്തിൻ്റെ ലംഘനം ആദത്തിൻ്റെ മേലാണ് ആദ്യം വരിക. കാരണം ദൈവം ആദത്തോടാണ് നിയമം കൊടുത്തത്. അന്ന് ഒറ്റ നിയമമേ ഉള്ളൂ ദൈവം കൊടുത്തിരിക്കുന്നത്. ഏക നിയമം എന്താ? നടുവിലെ പഴം ഭക്ഷിക്കരുത് എന്ന നിയമം മാത്രമേ ഉള്ളൂ. അത് ചെയ്യേണ്ടത് ആദം തന്നെയായിരുന്നു. പക്ഷെ അവൻ എന്ത് ചെയ്തില്ല? അവളെ പിന്തിരിപ്പിച്ചില്ല. കൊണ്ടുവന്നപ്പോൾ അത് വാങ്ങിച്ച് കഴിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വചനത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. 2 കൊരിന്ത്യസ് അതിന്റെ 11-ാം അധ്യായം ഒന്ന് വായിക്കാം. 2 കൊരിന്തി. അല്പം ഭോഷത്വം സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് സഹിഷ്ണുത കാണിക്കുന്നുണ്ടല്ലോ. എനിക്ക് നിങ്ങളോട് ദൈവികമായ അസൂയ തോന്നുന്നു. എന്തെന്നാൽ നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. എന്നാൽ സർപ്പം ഹവ്വയെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ വീണ്ടും പൗലോസ് അപ്പോസ്തലൻ ഈ ഹവ്വയുടെ വിഷയം എടുത്തുകൊണ്ട് വരിക. ഈ ഹവ്വയുടെ വിഷയം എടുത്തുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഹെഡിങ് വായിച്ചോ. കപട അപ്പസ്തോലന്മാർ എന്നൊരു ഹെഡിങ് ആണ് നമ്മളവിടെ കാണുന്നത് അല്ലേ? കപട POC ബൈബിളിലാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഹെഡിങ് കാണാൻ പറ്റും, കപട അപ്പസ്തോലന്മാർ. എന്നിട്ട് 3-ാമത്തെ വാക്യം പറയുകയാണ്, എന്നാൽ സർപ്പം ഹവ്വയെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിൽ നിന്നും വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുക. അപ്പസ്തോലൻ്റെ ആകുലത എന്താണ് എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അപ്പസ്തോലൻ്റെ ആകുലത ഇത് മാത്രമാണ്. ഇന്ന് ആദമുണ്ട്, ഹവ്വയുണ്ട്. ആദവും ഹവ്വയും ഇന്നുമുണ്ട്. നമ്മുടെ ഇടയിലൊക്കെ ഈ ആദവും ഹവ്വയുണ്ട്. ഹവ്വയെ സർപ്പം ഉപായത്തിൽ ചതിക്കുമോ എന്നൊരു പ്രതിസന്ധിയാണ് ഇന്ന് ആർക്ക് നിൽക്കുന്നത്? അപ്പസ്തോലനായ പൗലോസിന് നിൽക്കുന്നത്. ഒന്നുകൂടി ക്ലിയർ ചെയ്യണമെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. ഒന്നാമത്തെ ആദം ആരാണ്? നോർമൽ ആദം. 2-ാം ആദം ആരാണ്? ക്രിസ്തുവാണ് അല്ലേ? ഒന്നാമത്തെ ആദത്തിൻ്റെ ഭാര്യ ആരാണ്?
ഹവ്വയാണ്. രണ്ടാമത്തെ ആദത്തിന്റെ ഭാര്യ ആരാണ്? സഭ. രണ്ടാം ആദത്തിന്റെ ഭാര്യ ആരാണ്? രണ്ടാം ആദത്തിന്റെ ഭാര്യ ഇവിടെ ഉണ്ടോ? സഭയാണ് രണ്ടാം ആദത്തിന്റെ ഭാര്യ. നമ്മൾ ഓരോരുത്തരുമാണ്. ഈ പറയുന്ന സ്ത്രീ പുരുഷ ജനത മുഴുവൻ രണ്ടാം ആദത്തിന്റെ ഭാര്യയാണ്. അപ്പൊ രണ്ടാം ആദത്തിനോട്, ആദമാകുന്ന ക്രിസ്തുവിനോട് വിവാഹ നിശ്ചയം ചെയ്തു. ആര് വിവാഹം നിശ്ചയം ചെയ്തു? ആ രണ്ടാം വാക്യം ഒന്ന് വായിച്ചോ. ഇപ്പൊ നമ്മൾ വായിച്ച 2 കൊരിന്തി അതിന്റെ 11:2 വായിച്ചു. എനിക്ക് നിങ്ങളോട് ദൈവികമായ അസൂയ തോന്നുന്നു. എനിക്ക് നിങ്ങളോടൊരു അസൂയുണ്ട്. എന്തെന്നാൽ നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. ഞാനൊരു ഒരു ഒരു വലിയ എൻഗേജ്മെന്റ് ഞാൻ നടത്തി. ഒരു വിവാഹ ഉറപ്പിക്കൽ, ഒരു ഉടമ്പടി, ഒരു കവനന്റ് ഞാൻ നടത്തി. എന്താണ് ആ കവനന്റ്? ആരുമായിട്ടാണ് ആ കവനന്റ്? സഭയെ ക്രിസ്തുവാകുന്ന മണവാളനുമായിട്ടുള്ളൊരു വിവാഹ നിശ്ചയം ഞാൻ നടത്തി. ആരാ പറയുന്നത്? ഈ വിവാഹ നിശ്ചയം നടത്തിയത് ആരാ? പൗലോസ് അപ്പോസ്തലനല്ലേ ഈ വിവാഹ നിശ്ചയം നടത്തിയേ? ആണോ? അല്ലേ? നിങ്ങൾ ഒന്നുകൂടി ആ വചനം ഒന്ന് വായിച്ചു നോക്ക്. അല്പം പോഷത്വം സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് സഹിഷ്ണുത കാണിക്കുന്നുണ്ടല്ലോ. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ കാര്യം പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, എനിക്ക് നിങ്ങളോട് ദൈവികമായ അസൂയ തോന്നുന്നു. എന്തെന്നാൽ നിർമ്മലമായ വധുവിന് അവളുടെ ഭർത്താവിന് എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. ആര് നടത്തി? പൗലോസ് അപ്പോസ്തലൻ നടത്തി. ഈ പൗലോസ് അപ്പോസ്തലൻ നടത്തിയ വിവാഹ നിശ്ചയം എന്താണ്? അപ്പോസ്തലൻ ഒരു വിവാഹം നടത്തി, വിവാഹ നിശ്ചയം നടത്തി. വിവാഹം, യെസ്, വളരെ കറക്റ്റാണ്. അതായത് ഞാൻ പറഞ്ഞ സുവിശേഷം നിങ്ങളുടെ വിവാഹ നിശ്ചയമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് നൽകിയ സുവിശേഷത്തിൻ്റെ, ദൈവം എനിക്ക് നൽകിയ വചനം ഞാൻ നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങളെ നിർമ്മല വധുവായി മണവാളനായ ക്രിസ്തുവിനോട് യോജിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. ആ വിവാഹ നിശ്ചയം ഞാൻ എങ്ങനെ നടത്തി? സുവിശേഷത്തിലൂടെ നടത്തി. അപ്പോസ്തലൻ അതല്ലേ പഠിപ്പിക്കുന്നത്, അല്ലേ? അപ്പോസ്തലൻ പറയുകയാണ്, എന്നാൽ എനിക്കൊരു ടെൻഷനുണ്ട്, എനിക്കൊരു ആകുലതയുണ്ട്, സഭയെക്കുറിച്ച് എനിക്കൊരു വലിയ ആകുലതയുണ്ട്. എന്താണ് ആ ആകുലത എന്നുകൂടെ അപ്പോസ്തലൻ പറയുകയാണ്. അതാണ് 3-ാം വാക്യം പറയുന്നത്. എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ, 1-ാം ആദത്തിന്റെ ഭാര്യയായ ഹവ്വായെ സർപ്പം മോഹം കൊടുത്ത് ചതിച്ചതുപോലെ സഭയെ, വിശുദ്ധരെ, വിശുദ്ധിയുടെ നിറവിൽ നിൽക്കുന്ന ഈ സഭയെ ചതിക്കുമോ? അവൻ്റെ ക്രിസ്തുവിൻ്റെ ലാളിത്യത്തിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും വ്യതിചലിപ്പിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞ സുവിശേഷമുണ്ട്, ഞാൻ നിങ്ങൾക്ക് നൽകിയ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രഘോഷണമുണ്ട്, ഞാൻ നിങ്ങൾക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി തന്നു, മണവാളിനെ ഞാൻ കാണിച്ചു തന്നു, ആ വിവാഹ നിശ്ചയമെല്ലാം ഞാൻ നടത്തി. പക്ഷേ ഞാൻ പോയി കഴിയുമ്പോൾ കപട സുവിശേഷകർ അല്ലെങ്കിൽ കപട അപ്പസ്തോലന്മാർ വന്ന് നിങ്ങളെ തെറ്റിക്കുമോ, നിങ്ങളെ നശിപ്പിക്കുമോ, നിങ്ങളെ ഇല്ലാതാക്കുമോ, ഹവ്വയെ ചതിച്ചതുപോലെ നിങ്ങളെയും നശിപ്പിക്കുമോ എന്ന ആകുലത എനിക്ക് ഉണ്ട് എന്ന് അപ്പസ്തോലൻ പറയുകയാണ്. സ്ത്രീകളെ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അപ്പസ്തോലൻ ഇവിടെ ഹവ്വയെ കൊണ്ടുവരുമ്പോൾ അപ്പസ്തോലന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, സ്ത്രീജനത മുഴുവൻ നാശമാണെന്ന് പറയാനൊന്നുമല്ല അപ്പസ്തോലൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ നേരത്തെ തിമോത്തിയോസിനെ എഴുതിയ ലേഖനത്തിൽ വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, ആദം വഞ്ചിക്കപ്പെട്ടിട്ടില്ല, ഹവ്വയാണ് വഞ്ചിക്കപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഹവ്വ എന്നല്ല പറയുന്നത്, സ്ത്രീ എന്നാണ് പറയുന്നത്. പൗലോസ് അപ്പസ്തോലൻ പല സ്ഥലത്തും ഈ സ്ത്രീയെ എടുത്ത് പറയുന്നുണ്ട്. അവിടെയെല്ലാം അപ്പസ്തോലൻ സ്ത്രീയെ വെച്ചിരിക്കുന്നത് സഭ എന്നൊരു ഒരു വ്യക്തിത്വത്തെയാണ്, അല്ലെങ്കിൽ സഭയെയാണ് അപ്പസ്തോലൻ ഈ വിഷയത്തിൽ എടുത്തുകൊണ്ടു വയ്ക്കുന്നത്. അല്ലാതെ നമ്മളിന്ന് കാണുന്ന ഏതെങ്കിലും സ്ത്രീകളെ അല്ല അപ്പസ്തോലൻ അവിടെ പ്രതിപാദിക്കുന്നത്. സ്ത്രീ എന്ന വാക്കുകൊണ്ട് അവിടെ പറയുന്നത് പോലും അപ്പസ്തോലൻ ഉദ്ദേശിക്കുന്നത് സഭയാണ്. സഭ നശിച്ചു പോകുമോ, സഭയെ തകർത്തില്ലാതാക്കുമോ എന്ന ആകുലതയാണ് അപ്പസ്തോലന്റെ ഹൃദയത്തിലുള്ളത്. നമ്മളെക്കുറിച്ചാണ് അപ്പസ്തോലന്റെ ആകുലത, നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് അപ്പസ്തോലന്റെ ആകുലത, വരാനിരിക്കുന്ന സമൂഹത്തെക്കുറിച്ച്, ഈ ഒരു സഭയെക്കുറിച്ച് അപ്പസ്തോലന്റെ ആകുലത. അതാണ് പറയുന്നത്, ഹവ്വയെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ. അപ്പോൾ അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടോ? സഭ എന്ന് പറയുമ്പോൾ നമ്മൾ മണവാട്ടിയാ, അല്ലേ? നമ്മൾ മണവാട്ടിയാ, നമ്മളെല്ലാവരും, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ക്രിസ്തുവിൻ്റെ മണവാട്ടിയാ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. നമ്മളെല്ലാം ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയാണ്. നമ്മളെ ചതിക്കുമോ എന്നുള്ള ആകുലതയാണ് അപ്പസ്തോലനുള്ളത്. അല്ലാതെ സാരി എടുത്തുകൊണ്ട് മുടി മാത്രം നീട്ടി വളർത്തിയ പാവപ്പെട്ട സ്ത്രീകളെ ചതിക്കുമോ എന്നുള്ള ടെൻഷനല്ല അപ്പസ്തോലനുള്ളത്. അങ്ങനെ ഒരു ചിന്തയേ ഇല്ല അപ്പസ്തോലന്. അപ്പസ്തോലൻ ഒറ്റ കാര്യം അവിടെ പ്രതിപാദിക്കുന്നത് സ്ത്രീ എന്നല്ല, അവിടെ പറയുന്നത് സഭയെ നശിപ്പിക്കുമോ. അടുത്ത വാക്യം വായിച്ചു, 4-ാം വാക്യം. എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാതെ അല്ലാത്ത മറ്റൊരു യേശുവിനെ. അതായത് 3 പ്രധാനപ്പെട്ട വിഷയം അപ്പസ്തോലൻ അവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഒന്ന്, ഞങ്ങൾ പ്രസംഗിച്ചതല്ലാതെ മറ്റൊരു യേശു.
ഓക്കെ, ഒന്ന്, ഞങ്ങൾ പ്രസംഗിച്ചതല്ലാതെ മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ, നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലാത്തതായ മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ, നിങ്ങൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ, നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ. അതായത് 3 പ്രധാനപ്പെട്ട വിഷയം. ഒന്ന് ആരാണ്? ഒന്ന് യേശുവാണ്, 2 ആത്മാവാണ്, 3 സുവിശേഷമാണ്. ഇവിടെ 3 കാര്യങ്ങൾ കാണാം. 1 യേശു, 2 ആത്മാവ്, 3 സുവിശേഷം. ഞാൻ തുടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്. എമ്മാവോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കാര്യത്തിൽ ഇതേ കാര്യം തന്നെ. 1 യേശു, 2 ആത്മാവ്, 3 സുവിശേഷം. ഈ പറയുന്ന 3 വിഷയവും ഇന്നും അങ്ങനെ തന്നെ നിൽക്കുക. എന്താണ് യേശു എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആദ്യം വരുന്ന ചിന്ത എന്താണ്? യേശു എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൽ വരുന്ന ചിന്ത എന്താണ്? നിങ്ങൾ പറയും. വചനമാണ് യേശു എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ചിന്ത. നല്ലൊരു ചിന്തയാണ്. രണ്ടാമത്തെ ചിന്ത പറഞ്ഞോ? രക്ഷകനാണ്, ആത്മാവാണ്, പ്രകാശമാണ്. ഓക്കെ, ഞാനൊരു ഒരു ചെറിയൊരു കാര്യം പറഞ്ഞ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ദൈവത്തിൻ്റെ സമാനതയിൽ നിൽക്കുക, ദൈവത്തിൻ്റെ പൂർണ്ണതയിൽ നിൽക്കുക. ദൈവം എന്ത് ചെയ്തു? താഴോട്ട് ഇറങ്ങി വന്ന് നമ്മളെ രക്ഷിക്കാൻ ഒരു സാധാ മനുഷ്യനായി, എല്ലാ രീതിയിലും ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു. എന്തുകൊണ്ടാണ് വന്നത്? നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ലേ വന്നത്? ദൂതന്മാർ വഴിതെറ്റിപ്പോയി. യേശു ഇറങ്ങി ദൂതന്മാരുടെ സാമീപ്യത്തിൽ വന്ന് ദൂതന്മാരെ രക്ഷിച്ചോ? ഇല്ല. ഒരു കൂട്ടം ദൂതന്മാർ വീണുപോയല്ലോ, ഒരു കൂട്ടം ദൂതന്മാർ വീണുപോയി. പക്ഷെ അവിടെ ചെയ്തില്ല. പക്ഷേ മനുഷ്യനോട് തൻ്റെ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിച്ച മനുഷ്യകുലത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ് അവൻ എന്ത് ചെയ്തത്? അവൻ്റെ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ താഴേക്ക് ഇറങ്ങി വന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന സ്നേഹം, മുഴുവൻ സ്നേഹം. അപ്പസ്തലനായ പൗലോസ് പറയുന്നു സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ യേശു എന്ന് ആദ്യം നമ്മുടെ മുൻപിൽ വരുന്ന കാര്യം, ഞാൻ എൻ്റെ കാര്യം പറയുന്നത്, യേശു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സ്നേഹമാണ്. കാരണം അവൻ്റെ സ്നേഹത്തിന് അളവുണ്ടോ? അവൻ്റെ സ്നേഹത്തിന് നമുക്ക് അളക്കാൻ പറ്റുമോ? അതിന് അതിർവരമ്പുകളുണ്ടോ? അതിനെ എവിടെയെങ്കിലും കെട്ടി നിർത്താൻ പറ്റുമോ? അതിനെ ഒരു അണ കെട്ടി നിർത്തിയാലും അത് പൊട്ടി പിന്നെയും പുറത്തേക്ക് ഒലിക്കും. നമ്മളെ ആരുടെയെങ്കിലും കഴിവ് കൊണ്ടോ യോഗ്യത കൊണ്ടാണോ നമ്മളൊക്കെ രക്ഷപ്പെട്ടെ? നമ്മുടെ ആരുടെയെങ്കിലും പ്രവൃത്തി കൊണ്ടാണോ നമ്മൾ രക്ഷപ്പെട്ടെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി ഉടമ്പടിയും വെച്ച്, ഇവിടെ പോയി നേർച്ചയും കാണിച്ച്, സകല പ്രവൃത്തിയും വെച്ചിട്ട് ഇങ്ങനെ ഇപ്പോഴും നടന്നേനെ. എൻ്റെ പാപത്തെ കർത്താവ് പരിഗണിക്കാതെ എൻ്റെ പാപത്തെ മാറ്റി എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ചത് കൊണ്ട് അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ചെറിയൊരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട് പണ്ട്. അതായത് ഒരു രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, ഇത്ര ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ അവൻ 14 അടിയോ 20 അടിയോ എന്തോ വാങ്ങേണ്ടി വരും. രാജാവിൻ്റെ മകൻ തന്നെ ഈ കൽപ്പന എന്ത് ചെയ്തു? ലംഘിച്ചു. രാജാവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, മകനെ രക്ഷിക്കുകയും വേണം, എന്നാൽ കൽപ്പനയൊട്ട് തിരുത്താനും പറ്റത്തില്ല. എന്നിട്ട് ആ രാജാവ് തന്നെ ഇറങ്ങി വന്ന് മകന് വേണ്ടി ആ അടി വാങ്ങി എന്നുള്ളൊരു സംഭവം ഞാനൊരു കഥ വായിച്ചതാണ്. ഒരു സമയക്കുറവുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതായത് ദൈവം കൊടുത്ത ആ കൽപ്പന ലംഘിച്ച ആ മനുഷ്യന് വേണ്ടി ഭൂമിയിലേക്ക് താഴോട്ട് ഇറങ്ങി വരണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം ഒന്ന് നോക്കി, നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ഒരു തലം നോക്കി. അപ്പോൾ യേശു എന്ന് പറയുമ്പോൾ അവൻ്റെ സ്നേഹമാണ് നമ്മുടെ മുൻപിൽ ആദ്യം വരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വചനം, സുവിശേഷം എന്നൊക്കെ പറയുന്നത് രണ്ടാമത് വീണ്ടും പറഞ്ഞു അല്ലേ? പൗലോസ് അപ്പോസ്തലൻ അവിടെ പറഞ്ഞു ഞങ്ങൾ പ്രസംഗിച്ചതല്ലാതെ മറ്റൊരു യേശു എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായി വരുന്ന വിഷയം സ്നേഹമാണ്. യേശുവിൻ്റെ സ്നേഹമാണ് അവിടെ വരുന്ന ആദ്യത്തെ വിഷയം. രണ്ടാമത് പറഞ്ഞു മറ്റൊരു ആത്മാവ്, നിങ്ങൾ സ്വീകരിച്ചൊരു ആത്മാവുണ്ട്. ആ ആത്മാവ് എന്താ? ദൈവത്തിൻ്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. ഈ ആത്മാവിൻ്റെ സ്വഭാവം കുറേ ഉണ്ട്. ആത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കും. ആത്മാവിന് കുറേ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആത്മാവിൻ്റെ സ്വഭാവത്തിൽ നിന്നും ഒരുവൻ വ്യതിചലിച്ചാൽ നമ്മൾ സൂക്ഷിക്കണം, ആത്മാവ് വേറെ ഏതോ ആണ്. അപ്പസ്തോലനിലൂടെ പറഞ്ഞ സുവിശേഷത്തിലൂടെ നമ്മളിൽ വന്ന ആത്മാവല്ല ഇപ്പോൾ നമ്മളിൽ പ്രവർത്തിക്കുന്നത്, മറ്റൊരു ആത്മാവാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചറിയണം. മൂന്നാമത്തെ വിഷയം പറഞ്ഞു മറ്റൊരു സുവിശേഷം കൈക്കൊള്ളുകയോ. ഇനി ആ ഒന്നുകൂടി വായിച്ചോ, 4-ാം വാക്യം ഒന്നുകൂടി വായിച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും പ്രസംഗിക്കുകയോ, അല്ലാതെ ഒരു യേശു, നീ ഇന്ന കാര്യം ചെയ്താലേ നീ രക്ഷപ്പെടത്തുള്ളൂ, അല്ലെങ്കിൽ നീ രക്ഷപ്പെടത്തേ ഇല്ല, നിന്റെ പാപം വലുതാണ്, നിനക്ക് നീ രക്ഷപ്പെടാനേ സാധിക്കത്തില്ല എന്നൊരുവൻ പഠിപ്പിച്ചാൽ അത് യേശുവിൻ്റെ സ്നേഹത്തിനെതിരല്ലേ? കാരണം യേശുവിൻ്റെ സ്നേഹം കവിഞ്ഞൊഴുകുന്ന സ്നേഹമാണ്. അപ്പോൾ ആ സ്നേഹത്തിന് എതിരായി ഒരുവൻ പറയുന്നുവെങ്കിൽ അത് അപ്പസ്തോലന്മാർ പ്രസംഗിച്ച യേശുവാണോ? അത് അല്ല. അപ്പസ്തോലന്മാർ പ്രസംഗിച്ച യേശുവിൽ നിന്നും വ്യത്യസ്തമായ ഒരു യേശു.
എൻ്റെ കരം രക്തപങ്കിലമായിരുന്നു. ഇന്ന് എന്നെ വിടുവിച്ചത് എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ ഞാൻ ചെയ്ത നേർച്ച കാഴ്ച കൊണ്ടോ അല്ല, കാൽവരിയിൽ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് അതിന് കാരണമായത്. അപ്പോൾ യേശുവിൻ്റെ സ്നേഹമല്ലാതെ മറ്റൊന്ന് പ്രസംഗിച്ചാൽ ഒന്ന്. രണ്ടാമത്, നിങ്ങൾ സ്വീകരിച്ചിട്ടല്ലാത്ത മറ്റൊരു യേശുവിനെ ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ? നിങ്ങൾ സ്വീകരിച്ചതല്ലാതെ മറ്റൊരു ആത്മാവിനെ, അതായത് അപ്പസ്തോലൻ ആ ആത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ പരിശുദ്ധാത്മാവ് അപ്പസ്തോലിനെ പോയി ഒരുപാട് സുവിശേഷം പ്രസംഗിച്ചു. അപ്പസ്തോലൻ ഒരുപാട് അടി കൊണ്ടുവല്ലേ. പൗലോസ് അപ്പസ്തോലൻ കൊണ്ടത്ര അടി അതിന് ശേഷമോ അതിന് മുൻപോ അപ്പസ്തോലന്മാരിൽ ആരെങ്കിലും കൊണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അപ്പസ്തോലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയുന്നില്ല. അതുപോലെ പീഡനങ്ങളേറ്റു. അപ്പസ്തോലൻ അത് പറയുന്നുണ്ട്, പല പ്രാവശ്യം ഞാൻ പീഡനമേറ്റു, കപ്പലപകടം, സഹോദരങ്ങളിൽ അപകടം, കഷ്ടത, ദുരിതം, എല്ലാ മേഖലയും വന്നു. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർതിരിക്കാൻ ആർക്കും സാധിക്കത്തില്ല എന്ന് അപ്പസ്തോലൻ പറയുന്നത്. കാരണം അത്രയും അധികം പീഡകൾ സഹിച്ചിട്ടും ആത്മാവ് പഴയ ആത്മാവായോ? പഴയ പൗലോസിൻ്റെ ആത്മാവ് ഏതാ? സാവൂളിൻ്റെ ആത്മാവ് ഏതായിരുന്നു? ഒരെണ്ണം ഇങ്ങോട്ട് കിട്ടിയാൽ രണ്ടെണ്ണം അങ്ങോട്ട് കൊടുക്കുന്ന ആത്മാവായിരുന്നു. അതായത് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന ആത്മാവായിരുന്നു സാവൂളിലുണ്ടായിരുന്നത്. സ്തെഫാനോസിനെ കല്ലെറിയാൻ കൂട്ടുനിന്ന ആ വ്യക്തിയാണ് സാവൂള്. അവരുടെ വസ്ത്രം സൂക്ഷിച്ചവനാണ് സാവൂള്. പക്ഷേ ആ ആത്മാവ് പിന്നെ പ്രവർത്തിക്കുന്ന നമ്മൾ കാണുന്നുണ്ടോ സാവൂളിൽ? ഇല്ല. സാവൂളിനെ പൗലോസാക്കി മാറ്റി. അപ്പോൾ ആ ആത്മാവിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആത്മാവ് വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ കാര്യം, മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിന് കീഴടങ്ങിയായിരിക്കും ചെയ്യുക. നിങ്ങളവിടെ കീഴടങ്ങി, സറണ്ടറായി, അതിൽ പെട്ടുപോയി. യേശുവിൻ്റെ സ്നേഹമില്ലാതെ, യേശുവിൽ നിന്നല്ലാതെ ഒരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിച്ചാൽ, അവർ പ്രഘോഷിച്ച സുവിശേഷമല്ലാതെ മറ്റൊരു സുവിശേഷം നിങ്ങൾ വിശ്വസിക്കുകയോ അതിന് സ്വീകരിക്കാൻ തല താഴ്ത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് പൂർണ്ണമായി കീഴ്പ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും അതിൽ നിന്ന് മോചനമില്ലാതെ ആ അന്ധകാരത്തിൽ നിങ്ങൾ പെടുമെന്ന് ആര് പഠിപ്പിച്ചു? അപ്പസ്തോലൻ വ്യക്തമായിട്ട് പഠിപ്പിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പസ്തോലനുള്ള ആകുലത ഇതാ. അപ്പസ്തോലൻ കഴിഞ്ഞ കുറേ വർഷം സുവിശേഷത്തിന് വേണ്ടി ഓടി നടന്നു. ഒരുപാട് അടികളേറ്റു, ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചു, ഒത്തിരി വേദനകൾ സഹിച്ചു, ഒത്തിരി കഷ്ടപ്പെട്ടു, ഒരു സഭയെ കെട്ടിപ്പടുത്തു. പക്ഷേ ആകുലത ഇതാ, സഭയിൽ കപട അപ്പസ്തോലന്മാർ കയറുമോ? സഭയിൽ കപട അപ്പസ്തോലന്മാർ കയറി സ്നേഹമല്ലാത്ത ഒരു ക്രിസ്തുവിനെ പ്രഘോഷിക്കുമോ? അവർ കൊടുത്ത ആത്മാവിനെ അല്ലാതെ മറ്റൊരു ദുരാത്മാവിനെ കൊടുക്കുമോ? എൻ്റെ ദൈവത്തിൽ നിന്നും സ്വീകരിച്ചിട്ടില്ലാത്ത മറ്റൊരു സുവിശേഷം കയറി പഠിപ്പിക്കുമോ എന്ന വ്യാകുലത അപ്പസ്തോലനെ എന്നും അലട്ടിക്കൊണ്ടിരുന്നു. അതാണ് അപ്പസ്തോലൻ ലേഖനം എഴുതുമ്പോൾ അല്പം ഭോഷത്വം നിങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് കപട അപ്പസ്തോലന്മാരെ കുറിച്ച് താഴോട്ടുള്ള വചനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെയെല്ലാം നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പത്രോസിന്റെ ലേഖനത്തിലും ഇതേ കാര്യം തന്നെ കാണാം. സഭയിൽ കപട അപ്പസ്തോലന്മാർ കയറി നശിപ്പിക്കുന്നതിനെ കുറിച്ചൊരു ആകുലത പത്രോസിന്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റും, പൗലോസിന്റെ കാര്യത്തിലും കാണാൻ പറ്റും. ദൈവത്താൽ സ്ഥാപിതമായ എല്ലാ സുവിശേഷകർക്കും ഈ ഒരു ടെൻഷനുണ്ട്. ഒരാത്മാവെങ്കിലും നഷ്ടപ്പെടുമെന്നുള്ള ആകുലത എല്ലാ അപ്പസ്തോലന്മാരുടെ മുമ്പിലുണ്ട്. അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാനുള്ള എല്ലാ പ്രയത്നവും അവർ ചെയ്യുന്നുമുണ്ട്. യാതൊരു വിധത്തിലും അവർ പിന്മാറുന്നില്ല. അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവർ ഒരുക്കവുമാണ്. ഇന്ന് നമ്മൾ ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ, ഒരു വ്യക്തിയെങ്കിലും നഷ്ടപ്പെട്ടാൽ, ഒരുപക്ഷെ ഞാൻ ചിലപ്പോൾ എനിക്കിപ്പോൾ സമയത്തിന് നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റാത്തതുകൊണ്ടോ, നിങ്ങളോട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ എന്നെ വിളിച്ചാൽ കിട്ടാത്തതുകൊണ്ടോ, പ്രിയപ്പെട്ട ഷിബൂർദനെ കിട്ടാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ മോനച്ചായനെ കിട്ടാത്തതുകൊണ്ട്, ഇങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ കിട്ടാത്തതുകൊണ്ട് നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടുമോ? കാരണം എന്താ? നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച വചനമുണ്ട്, ദൈവം നിക്ഷേപിച്ച ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്, ദൈവം നിക്ഷേപിച്ച സുവിശേഷവും ദൈവം നിക്ഷേപിച്ച ആത്മാവുമുണ്ട്. പക്ഷേ നമ്മൾ സൂക്ഷിക്കണം. ഹവ്വയെ ചതിച്ച ഒരു സാത്താൻ നമുക്ക് ചുറ്റുമുണ്ടെന്നൊരു ബോധ്യം നമുക്ക് എപ്പോഴും വേണം. അവൻ വരുന്നത് ഷുഗർ കോട്ടഡ് ആയിരിക്കും. അവൻ വരുന്നത് നീ ദൈവത്തെ പോലെയാകും, നീ വലിയ പ്രാർത്ഥന ലീഡറാകും, ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ഉയർത്തും, നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് പല കപട മേഖലകൾ നമ്മുടെ മുമ്പിൽ, പല മോഹന വാഗ്ദാനങ്ങൾ, പല ഓഫറുകൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കും. പക്ഷേ ഈ ഓഫർ വയ്ക്കുമ്പോൾ നീ തിരിച്ചറിയണം, ഈ ആത്മാവേത്, ഈ പറയുന്ന ആത്മാവേതെന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം നമുക്ക് വേണം. സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു മലമുകളിൽ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നില്ല.
ഞങ്ങൾ സ്വസ്ഥമായി പോയി പ്രാർത്ഥിച്ച് തിരിച്ചു പോരുമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവിടെ 2 വലിയ വിഗ്രഹം വന്നു, കൈ വിരിച്ചു പിടിക്കുന്നത്. അപ്പോൾ പറഞ്ഞത് കറക്റ്റാ, ഈ 2 വിഗ്രഹത്തിന് താഴെ ഒരു കാണിക്കവഞ്ചിയും വന്നു. അപ്പോൾ ഉദ്ദേശം ഇത് തന്നെയാണ്. സകലതും ഇങ്ങനെയായി മാറി. ഈ ആത്മാവ് ശരിയോ തെറ്റോ? ഈ ആത്മാവ് കടന്നു വരുന്നു. അതായത് ആദിമസഭയെ നയിച്ചുകൊണ്ടിരുന്നൊരു ആത്മാവുണ്ട്. 1, 2, 3 നൂറ്റാണ്ടുകളിൽ തങ്ങളുടെ ജീവനെ പോലും ബലി കഴിച്ച് സഭയ്ക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ച ആദിമസഭയിലുണ്ടായിരുന്ന അനേക അപ്പസ്തോലന്മാരുണ്ടായിരുന്നു. അവരാരെങ്കിലും ഈ പരിപാടി കാണിച്ചോ? അവരാരെങ്കിലും വിഗ്രഹത്തെ വെച്ച് അടിയിലൊരു കാണിക്കവഞ്ചി വെച്ചോ? അവരാരെങ്കിലും കാശ് കൊടുത്ത് ഒപ്പീസ് ചൊല്ലി കുറേ എണ്ണത്തിന് തള്ളി മോളിൽ കയറ്റാനുള്ള പരിപാടി നടത്തിയോ? എന്തെങ്കിലും ഈ പറഞ്ഞ ഇന്ന് നമ്മൾ ചുറ്റും കാണുന്ന ഈ പണം വാങ്ങിയിട്ടുള്ള പരിപാടി ആരെങ്കിലും നടത്തിയോ? ഒരൊറ്റ ആൾ നടത്തിയില്ല. അവർക്ക് ഒരാത്മാവേ ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ സുവിശേഷമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ക്രിസ്തുവേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, നൂറ്റാണ്ടുകൾ മാറി, അധികാരം വന്നു, അവകാശം വന്നു, എല്ലാം സ്വന്തമായി കഴിഞ്ഞപ്പോൾ അപ്പസ്തോലന്മാർ പറഞ്ഞ ക്രിസ്തുവല്ലാതെ മറ്റൊരു ക്രിസ്തു സഭയിൽ കയറി കൂടി. അപ്പസ്തോലന്മാർ പ്രഘോഷിച്ച സുവിശേഷമല്ലാതെ മറ്റൊരു സുവിശേഷം ഇതിൻ്റെ അകത്ത് കയറി. അപ്പസ്തോലന്മാരിലൂടെ നടത്തിയ ആത്മാവല്ലാതെ മറ്റൊരു ആത്മാവ് ഇതിനെ നടത്താൻ തുടങ്ങി. അവിടെയാണ് നമ്മൾ വീണത്, അവിടെയാണ് നമ്മൾ തകർന്നത്, അവിടെയാണ് സഭ ഈ വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു വന്നത്. ഇന്ന് നമ്മളായിരിക്കുന്ന ഈ പ്രശ്നത്തിലേക്ക് കടന്നു വന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നവും അതാ. ഈ 3 കാര്യങ്ങൾ മാറ്റപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ മുൻപിൽ വരുന്ന എല്ലാവരെയും ചിരിച്ചുകൊണ്ടുള്ള മുഖത്തെ ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്, അപ്പാടെ വിശ്വസിക്കരുത്. ഈ ആത്മാവേത് എന്ന് നമ്മൾ തിരിച്ചറിയണം, ഈ വിശ്വാസം ഏത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവൻ പറയുന്ന സുവിശേഷം ഏത്, കപട സുവിശേഷമാണോ യഥാർത്ഥ സുവിശേഷമാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവൻ പറയുന്ന, ഇവനിൽ പ്രവർത്തിക്കുന്ന ആത്മാവും ഇവൻ്റെ സുവിശേഷവും ഇവൻ പ്രഘോഷിക്കുന്ന സ്നേഹത്തിൻ്റെ ക്രിസ്തുവാണോ, അതെയോ കല്ലെറിയുന്ന ഒന്നാണോ, ഒരു കപട ആത്മാവാണോ എന്നുകൂടെ നമ്മൾ തിരിച്ചറിയണം. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഇത് തിരിച്ചറിയാത്തവൻ എന്ത് സംഭവിക്കുന്നു? അപ്പോസ്തലൻ പറഞ്ഞേ, അവൻ അനായാസം അതിന് കീഴ്പ്പെടുകയായിരിക്കും. എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാതെ മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ, നിങ്ങൾ സ്വീകരിച്ചതല്ലാതെ മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ, നിങ്ങൾ കൈക്കൊണ്ടതല്ലാതെ മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിന് കീഴ്പ്പെടും. നമ്മളൊരു കാലത്ത് അനായാസം അതിന് കീഴ്പ്പെട്ടു. ആ പിടി വിട്ട് പോരാൻ കുറേ പാടുപെട്ടു. ആ വിശ്വാസത്തിൻ്റെ ബോധ്യത്വം നമ്മുടെ ശിരസിൽ നിന്നും നമ്മുടെ ഉള്ളിൽ നിന്നും പോകാൻ കുറേ കഷ്ടപ്പെട്ടു. വിഗ്രഹത്തെ വിഗ്രഹമായി തിരിച്ചറിയാൻ ഒരുപാട് പാടുപെട്ടവരാണ് നമ്മൾ. എന്നാൽ ഇന്ന് നമ്മൾ സത്യം തിരിച്ചറിഞ്ഞു. അത് വിഗ്രഹം തന്നെയാണ്, അതിൻ്റെ ലക്ഷ്യം പണമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു, അതിൻ്റെ ലക്ഷ്യം അധികാരമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇന്ന് നമ്മളതിനെ പുല്ലുവില കൽപ്പിക്കുന്നുള്ളൂ. കാരണം എന്താ? ആ അടിമത്തത്തിൽ നിന്ന് നമ്മൾ മോചിതനായി, സ്വതന്ത്രനായി. ദൈവത്തിൻ്റെ വചനം പറയുക, നിങ്ങൾ ഈ ക്രിസ്തുവിനോ, ഈ ആത്മാവിനോ, ഈ സുവിശേഷത്തിനോ, അവരുടെ കപടമായ ക്രിസ്തുവിനോ ഇതിനോ കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ അനായാസം അതിൻ്റെ ഉള്ളിൽപ്പെടും. നിനക്ക് തിരിച്ചു പോരാൻ പറ്റാത്ത വണ്ണം നീ അതിൻ്റെ അടിമയായി മാറും എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ആരെങ്കിലും ഇവിടെ അടിമകളുണ്ടോ? ക്രിസ്തുവാൽ സ്വതന്ത്രരാക്കപ്പെട്ടവരല്ലാതെ അടിമകൾ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നമ്മുടെ കഴിവുകൊണ്ടാണോ നമ്മൾ സ്വതന്ത്രരാക്കിയത്? നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടാണോ നിങ്ങൾ രക്ഷപ്പെട്ടത്? നിങ്ങൾ എന്തെങ്കിലും ഉരുള നേർച്ച നടത്തിയിട്ടാണോ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത്? എവിടെയെങ്കിലും പോയി കാണിക്കവഞ്ചിയിൽ നേർച്ച ഇട്ടതിൻ്റെ ആ നേർച്ചയുടെ കനത്തിലാണോ നമ്മൾ രക്ഷപ്പെട്ടത്? അല്ല, ഇതൊന്നുമല്ല. ദൈവത്തിൻ്റെ സ്നേഹത്താൽ, ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ദൈവത്തിൻ്റെ കരുതൽ, നമ്മളെ പൊതിഞ്ഞു സൂക്ഷിച്ച കർത്താവിൻ്റെ കരുതലാണ് നമ്മളിന്ന് നിർത്തിയിരിക്കുന്നത്. നമുക്ക് എഴുന്നേറ്റ് വെക്കാം, ദൈവസന്നിധിയിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ദൈവം ചെയ്ത എല്ലാം